ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അകം അടങ്ങുക എന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മബോധം ഉണരുക എന്നതാണ്. നമ്മുടെ തന്നെ വിവേകം നിറഞ്ഞ ചിന്തകൾ നമ്മളെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ അവബോധം ഉണരണം. രണ്ട്, നമ്മുടെ വിവേകം നമ്മളെ മുന്നോട്ട് നയിക്കണം. മൂന്ന്, അതോടുകൂടി തന്നെ പുറമേ നിന്നുള്ള ഒരു സാഹചര്യവും നമ്മളെ നയിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. ഒരു അടിമയാകരുത്. ഒരു യജമാനനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാപ്പി പാർക്ക് നിത്യവും ആളുകൾക്ക് പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു കാര്യമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 1.5 മാസത്തോളമായി ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ EFTയുടെ ഒരു ഓൺലൈൻ പ്രോഗ്രാം നടത്തിയുടെ. ഈ ഒരു പ്രോഗ്രാമിൽ അതിശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഒത്തിരി ആളുകൾക്കുണ്ടായി. അവർക്ക് അവരുടെ സന്തോഷവും അവരുടെ നന്ദിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി, ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ, ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി അവർക്ക് സംസാരിക്കാം. ഞാൻ എന്തുവാണ് അവർക്ക് നൽകിയത് എന്ന്, ഞാൻ ഈ പറയുന്നത് എത്രത്തോളം സത്യമാണ്, ആത്മാർത്ഥമാണ് എന്ന് നമുക്ക് അവരോട് ഒന്ന് സംസാരിപ്പിക്കാം. ആദ്യം ആരാണ് സംസാരിക്കുന്നത്? ഒരാൾ മൈക്ക് പോയിന്റിൽ വന്നേ. ആരാണ് സംസാരിക്കുന്നത്? സാർ, ഞാൻ സംസാരിച്ചോട്ടെ? മൈക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി, ബുദ്ധിമുട്ടാവണ്ട. ഓക്കെ, സംസാരിച്ചോ. സാറ്, EFT ഒരു ദിവസം പോലും മുടങ്ങാതെ ക്ലാസ് കേൾക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. പിന്നെ ഞാനൊരു EFT തുടങ്ങുമ്പോഴേ ഒരു സംഭവം എഴുതി വെച്ചിരുന്നു. അതെന്റെ മോന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചാലും നല്ല ആളുകളുടെ അടുത്ത് എത്തിപ്പെട്ടു. നല്ല ജോലി. അവര് 3 മാസം കഴിഞ്ഞ് വിസ അടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരാഴ്ച കൊണ്ട് അവൻ അതൊക്കെ റെഡിയാക്കി കൊടുത്തു. അൽഹംദുലില്ലാ, സന്തോഷം. വീട്ടിലും ഭയങ്കര മാറ്റങ്ങള്. പിന്നെ എനിക്ക് എന്റെ വാപ്പയ്ക്ക് 85 വയസ്സായി. അപ്പൊ മൂപ്പർക്ക് ഒരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ആ ഒരു ടെൻഷനില് മൂപ്പര് എപ്പോഴും ടെൻഷനും അസ്വസ്ഥതയായിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് ആളുകൾ വന്ന് നോക്കാൻ തുടങ്ങിയപ്പോ തന്നെ മൂപ്പര് ഭയങ്കര ഹാപ്പിയായി, സമാധാനം. ഞാൻ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സാറ്. ഒരുപാട് സന്തോഷം. മോന്റെ കാര്യമായിരുന്നു. ഞാൻ ഒരുപാട് ആളുകളെ പുറകെ, അവന് ഒരുപാട് പേപ്പറൊക്കെ ആയിട്ട് ആളുകൾ വന്നിട്ടും അവനത് അംഗീകരിക്കൂലായിരുന്നു. പെട്ടെന്ന് ഈ EFT എഴുതി വെച്ചു. ഒരു 3-4 ക്ലാസ് കഴിഞ്ഞപ്പത്തിന് അവന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. കുറച്ച് പൈസേന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ പൈസയൊക്കെ പെട്ടെന്ന് റെഡിയായി. അവന് ഭയങ്കര സന്തോഷം. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ മതി. എന്തുവാണ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായതെന്ന് സംസാരിച്ചാൽ മതി. അടുത്ത ആരായിരുന്നു? ഹലോ, നമസ്കാരം സാർ. പറയൂ. ഞാൻ യഖീമ ബീവി, തിരുവനന്തപുരം. ഞാൻ ഇതില് 12ാമത്തെ EFT ബാച്ചിലാണ് ഞാൻ ഹാജരായത്. എന്നിട്ട് എനിക്കതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. അനുഭവങ്ങൾ എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിനൊരു പ്രത്യേക സന്തോഷം, ഒരു സമാധാനം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിനും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് മാനസികമായിട്ട് നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ സാറ് പറഞ്ഞ നമ്മളെ സാമ്പത്തിക അതിൻ്റെ വരവ് തുടങ്ങിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ വേറെ അവസരത്തിൽ അതിനെക്കുറിച്ചെല്ലാം പറയാം. അത് ഈ പറയും പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിലെത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് കിട്ടും എന്നുള്ള ഉറപ്പായിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഈ അറിവെന്ന് വെച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ ഇത്രയും എനിക്കാണ് ഇതിൽ നല്ല പ്രായമുള്ള ആളാണ്, 10-70 കഴിഞ്ഞ ആളാണ്. എന്നിട്ടും ഇതുപോലൊരു അറിവ് ഞാൻ ഒരിടത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആരോഗ്യപരമായിട്ടും എല്ലാം, സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലുള്ള സാറിൻ്റെ അറിവാണ്. എനിക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ ഇതിനകത്തുള്ള എല്ലാ ഇതിലോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇനിയിപ്പം ട്രഷറിലും കയറാനുള്ള ഉദ്ദേശമുണ്ട്. എനിക്ക് ആദ്യം ഞാൻ ഇത് യാദൃച്ഛിക ഏപ്രിൽ മാസത്തിലാണ് ഇതിലോട്ട് വന്നത്.
എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു എനിക്ക് എങ്ങനെയോ ഞാൻ ഇതിൽ എത്തപ്പെട്ടത്. അത് എത്തിയത് തന്നെ ഇത് പടച്ചവന്റെ കൃപയാണെന്നാണ് ഞാൻ ഇപ്പം കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. അങ്ങനെയാണ്. എനിക്ക് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരൂല. അതാണ് എൻ്റെ ഒരു അതേസമയത്ത് എഴുതുന്നത് വേണമെങ്കിൽ എന്തും എഴുതും. അങ്ങനെ അത് സാറിനും ആദ്യം തന്നെ ഞാൻ സർവശക്തനാണ് നന്ദി പറയണത്. ഞാൻ ഇതിൽ എത്തപ്പെട്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പടച്ചവൻ എന്നെ എത്തിച്ചതാണ്. പിന്നെ ഇതിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഞാൻ പറയുകയാണ് നിങ്ങളോട് എല്ലാവരോടും. നിങ്ങളെല്ലാം ഇതിൽ എത്താത്ത ആൾക്കാർ ആവശ്യം പോലെ കാണും. അവരെല്ലാവരും ഇതിലോട്ട് വരണമെന്ന് ഞാൻ എൻ്റെ പ്രത്യേക അഭ്യർത്ഥനയും കൂടെയാണ്. പിന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെ സാറിന് ആരോഗ്യവും ആയുസ്സും പടച്ചവൻ വാരിയും കോരിയും കൊടുക്കട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ സാർ. താങ്ക് യു. വളരെ സന്തോഷം. അവർ 10-70 വയസ്സായി, എന്നിട്ടും അവരെ ആ ഊർജ്ജസ്വലത കണ്ടില്ലേ? വളരെ വളരെ സന്തോഷം. ഏതായാലും നിങ്ങൾക്കും നല്ല ആരോഗ്യവും ആയുസ്സും സന്തോഷങ്ങളും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ. ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു. ഇനി ആരെങ്കിലും അടുത്താരായിരുന്നു സംസാരിക്കാനുള്ളത്? സാറേ നമസ്കാരം, ഞാൻ രാജേഷാണ്. മൈക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? പറ്റുകയാണെങ്കിൽ നന്നാവും. ഹലോ, ഞാൻ രാജേഷ്. സംസാരിച്ചോ. EFT നിങ്ങൾക്ക് എന്ത് കിട്ടി? EFT വന്നിട്ട് എങ്ങനെയാ അത് പറയുന്നത്? EFT ഞാൻ EFT ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ എൻ്റെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാം. അപ്പോൾ അന്നേരം എനിക്ക് ഇടത്ത് കൈക്ക് നല്ല വേദനയായിരുന്നു. അപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ECG എടുത്ത് നോക്കണം എന്ന്. എൻ്റെ ഓഫീസിലുള്ളവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ECG എടുത്ത് നോക്കണം. അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരും കേട്ടോണ്ടിരിക്കുകയാണ്, നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ ECG ഒന്നും എടുത്തൊന്നുമില്ല. അപ്പം പക്ഷെ ഇപ്പൊ കേൾക്കുന്നില്ല സർ, കേൾക്കുന്നില്ല. സ്റ്റക്കായി. cannot hear what you say. ഒന്നുകിൽ ക്യാമറ ഓഫ്. എനിക്ക് അത് ഒത്തിരി കുറവുണ്ട്. ഒരുപാട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തില്ലായിരുന്നു. ഹലോ ഹലോ, പറഞ്ഞോളൂ. കുറെ കേൾക്കാതെ പോയി. സാറേ, അത് എന്ന് പറഞ്ഞാൽ ഞാൻ EFT വന്നിട്ട് എനിക്ക് ആദ്യമേ എൻ്റെ വിഷയങ്ങളൊക്കെ സാറിന് അറിയാമല്ലോ. അപ്പം എനിക്ക് ഇടത്ത് കൈയുടെ നമ്മുടെ തോളിന്റെ ഈ ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ എന്നോട് പലരും പറഞ്ഞു ECG എടുക്കണമെന്ന് പറഞ്ഞു. ഇടത്ത് കൈക്ക് വേദന വരുന്നത് ഒരു അപകടമാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ECG എടുത്തില്ല. അപ്പം എനിക്ക് EFT ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കുറെ സാർ ഇപ്പൊ ഞാൻ വന്ന ആ ക്ലാസ്സിനൊക്കെ വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 മാസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പം എനിക്ക് കൈക്ക് ആ വേദന ശരിക്കും കുറവുണ്ട്, വളരെ കുറവുണ്ട്. എനിക്ക് നേരത്തെ കൈ മേലോട്ട് പൊക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അത് പിന്നെ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്ക്. പക്ഷെ എനിക്ക് കൈ പൊക്കാം, കുഴപ്പമില്ല. ഞാൻ നടക്കാൻ പോകുന്നുണ്ട്. രാവിലെ എല്ലാ ദിവസവും നടക്കാൻ പോകും. ഒത്തിരി മാറ്റമുണ്ട്. മനസ്സിന് വളരെയധികം സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മാറും എന്ന് തന്നെ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. 100% ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം മാറും, സന്തോഷമാവും, വളരെയധികം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും എന്ന് തന്നെ എനിക്കൊരു പൂർണ്ണമായൊരു വിശ്വാസം എൻ്റെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ സന്തോഷം. ഇതാണ് എൻ്റെ ആരോഗ്യകരമായുള്ള നേട്ടം, മാനസികമായ നേട്ടം, പിന്നെ സാമൂഹികമായ നേട്ടം, ഇതെല്ലാം റെഡിയാണ്. ഇതെല്ലാം ഇപ്പൊ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം റെഡിയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാകും എന്ന് തന്നെ 100% വിശ്വസിക്കുന്നു ഞാൻ. മനസ്സിലായി. സന്തോഷം. അപ്പൊ പിന്നെ ഇനിയിപ്പോ സാറിന് ഇനി ഹാപ്പി പാർക്കിനും സാറിനും ഈശ്വരനും ഞാൻ നന്ദി പറയുന്നു. സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2028 കണ്ടാന്ന് തോന്നുന്നു 10,000 പേരെ പങ്കെടുപ്പിക്കണം എന്നൊരു സാറിനൊരു ഇതുണ്ട് എന്നൊക്കെ. അതെല്ലാം നടക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു. എല്ലാം നടക്കാനുള്ള അത് വരും സാറേ, ഉറപ്പായിട്ടും വരും. കാരണം സാറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരാളില്ല എന്ന് തന്നെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ട് ഇത്രയും നല്ല സർവീസ്, ഇത്രയും നാളത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ദൈവം എനിക്ക് സാറിനെ കാണിച്ചു തന്നത് ഒരു പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, ഇനിയും മുന്നോട്ട് പോകാൻ, ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം സാറിനെ അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആയിരിക്കാം ദൈവം എന്നെ കാണിച്ചു തന്നത്, സാറിനെ കാണിച്ചു തന്നത്. അപ്പം ഇതെല്ലാം മാറും, നല്ല സന്തോഷമാകും എന്ന് തന്നെ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. ഇനി അടുത്തതാരാണ് സംസാരിക്കുന്നത്? EFT ഓൺലൈനിൽ പങ്കെടുത്ത്
ഇന്നലെ സെഷൻസ് അവസാനിച്ച ഏതെങ്കിലും ഒരാൾ സംസാരിച്ചേ. അടുത്ത ആരാ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് EFT ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പറയൂ, അതെ അതിന് കിട്ടിയ മാറ്റം. അതെ, എനിക്ക് EFT വന്ന് ഭാഗ്യം പോലെ ഞാൻ ഈ ഹാപ്പി പാർക്കിൽ വന്നു. അതിനുശേഷം എനിക്ക് എല്ലാം അനുഗ്രഹങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ EFT ചെയ്ത് എന്റെ ശാരീരികമായിട്ടുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടൈലർ ആയിരുന്നു. അപ്പോ എനിക്ക് കഴുത്തിന് പെടലിക്ക് നല്ല വേദനയായിരുന്നു. അപ്പൊ അതായിരുന്നു എന്റെ ഏറ്റവും ഉള്ള ഒരേ ഒരു ശാരീരിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തലയൊന്നും തിരിക്കത്തില്ലായിരുന്നു സൈഡിലേക്കൊക്കെ. പക്ഷെ അത് EFT ചെയ്ത് എനിക്ക് പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടു. ഇപ്പൊ എനിക്ക് ശാരീരികമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഒരു പ്രശ്നങ്ങളും എനിക്കിപ്പോ ഇല്ല. വേദന പൂർണ്ണമായിട്ട് നല്ല സുഖമായിട്ട്, ശരീരത്തിനൊക്കെ നല്ല സുഖമായിട്ടുണ്ട്. പിന്നെ മാനസികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സംഘർഷാവസ്ഥയിലായിരുന്നു. വളരെയധികം സംഘർഷം എന്ന് പറഞ്ഞാൽ അന്ധകാരം എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ ഹാപ്പി പാർക്കിൽ വന്ന് EFT ചെയ്തപ്പം എന്റെ മനസ്സ് ചിന്തകള് വൈകല്യങ്ങൾ മാറിക്കിട്ടി. സെൽഫ് ലവ് പഠിച്ചു. സെൽഫ് ലവ് പഠിച്ചപ്പോഴാണ് സ്നേഹം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. സ്നേഹം എന്നിലേക്ക് ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ മറ്റുള്ളവരിലേക്ക് എന്റെ സ്നേഹം പ്രവഹിച്ചു തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കാനും സന്തോഷമായിട്ട് എനിക്ക് സന്തോഷമായിട്ട് പെരുമാറാൻ കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും എന്നോട് സന്തോഷമായി പെരുമാറാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ വൈകല്യം മൂലം തന്നെ അകന്നു നിന്ന ബന്ധങ്ങളൊക്കെ എന്നിലേക്ക് വന്നു ചേരുന്നു. വളരെയധികം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ മനസ്സിന്റെ ഒരു ശാന്തി, ഒന്നും എല്ലാം നല്ല ഫീലിംഗ് ആയിട്ട് ശാന്തമായ ഒരു മനസ്സ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മളിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനസ്സിന്റെ വൈകല്യം മൂലം തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മളില് ഉറങ്ങിക്കിടക്കുന്ന കുറെ കഴിവുകളുണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക്, പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എങ്ങോട്ട് പോകണമെന്നറിയാം അന്ധകാരത്തിൽ തിരിയുന്ന ഒരു അവസ്ഥ എന്നെ പോലെ തന്നെ പലർക്കും ഉണ്ട്, സമൂഹത്തിലുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞാൻ പറയാണ്, EFT എന്ന അത് ഒരു അത്ഭുതമായിട്ട് ഉള്ള ഒരു ടൂളാണ്. സാറിൽ മാത്രം ഒളിഞ്ഞിരുന്ന ഒരു കാര്യം, ഇതുവരെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു രഹസ്യമാണത്. അത് ചെയ്തു വരുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക്, ഒരു സന്തുഷ്ടി നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, ശാന്തി നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ അടങ്ങിയ ഒരു മനസ്സ്, സാറ് പറഞ്ഞ അടങ്ങിയ ഒരു മനസ്സ് സൃഷ്ടിക്കാനും നമ്മളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരുപാട് നന്മകളും സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് നന്മകൾ നമ്മളിലുണ്ട്. അതുപോലും നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പറയാണ്, നമ്മളില് നല്ല ഒരു വ്യക്തിയുണ്ട്. അത് നമ്മളുടെ വികലമായ ചിന്തകൾ മൂലം അത് നമ്മൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് നമ്മളിൽ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളിലുള്ള എല്ലാ നന്മകളും എല്ലാ വെളിച്ചവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ അറിയാത്ത കാര്യങ്ങളിലേക്ക് ഈ ഹാപ്പി പാർക്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന EFT എന്ന ഒരു അത്ഭുത ടൂൾ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് വരണം. എല്ലാവരും ഇതിലേക്ക് വരണം. എനിക്ക് ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ നല്ല ബന്ധങ്ങൾ എന്നിലേക്ക് വരുന്നതിനും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നതിനും നല്ല രീതിയിൽ പെരുമാറുന്നതിനും നല്ല കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ വാക്കുകൾ കൊണ്ട് നമ്മളുടെ മനസ്സിൽ ശാന്തി നിറയുമ്പോൾ മറ്റുള്ളവർക്ക് ആ ശാന്തി പകർന്നു കൊടുക്കാൻ, അവരുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്നും നമ്മളുടെ വെളിച്ചം അവർക്ക് പകർന്നു കൊടുത്ത് അവരുടെ ഒരു സമാധാനം കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു, സാറിന് നന്ദി പറയുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം സാറിന് കിട്ടിയത് ഒരുപക്ഷെ സാറിന്റെ ആ ഒരു സോൾ പവർ കാരണമായിരിക്കും. അപ്പൊ അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും വന്നിങ്ങനെ പറയില്ല. ഇനി എന്നെ പിന്നിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് വലിയൊരു അനുഗ്രഹം ആവണം. ഇനിയും വളരെയധികം എന്നെ പോലെ എല്ലാവർക്കും ഇതിങ്ങനെ സംസാരിക്കാനും ഇത് പകർന്നു കൊടുക്കാനും കഴിയണം. അതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ കഴിവുകളും
ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് കഴിവുള്ള വ്യക്തികൾക്ക് പോലും അതൊന്നും ചെയ്യാൻ പറ്റാണ്ട് അവരൊക്കെ ഉയർന്നു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്നായി വരണം, ഇതിലേക്ക് വരണം, ഇത് അറിയണം. അതുപോലെ സാറിന് ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. പിന്നെ സാമ്പത്തികപരമായിട്ട് നമ്മളിലെ ഇമോഷൻസ് മാറിക്കഴിയുമ്പം സാമ്പത്തികവും നമ്മുടെ അടുത്തേക്ക് വരും. നല്ല നല്ല ബന്ധങ്ങളും അതുപോലെ തന്നെ വെച്ചാൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയിട്ട് ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുടുംബത്തിൽ സമാധാനം ഇല്ല, മക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, പേരൻസിൽ നിന്നുള്ള ബുദ്ധിമുട്ട് എല്ലാം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കുറെയൊക്കെ ഞാനും ഞാനും അനുഭവിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു. അതുപോലെ എൻ്റെ മക്കൾക്കുള്ള വൈകല്യങ്ങളും അതിൽ നമ്മൾ ശാന്തി നിറയുമ്പോൾ മക്കൾ ശാന്തിയുള്ളവരാകും, നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ശാന്തി നിറയും, സമാധാനം, സന്തോഷം എല്ലാം വരും. എനിക്ക് അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ സാറേ. എല്ലാ പ്രവർത്തനങ്ങളും, ഹാപ്പി പാർക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ എല്ലാവർക്കും അനുഗ്രഹമായി വരട്ടെ. ഞാൻ അതിലൊരു അംഗമായി തീർന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അതുപോലെ സാർ പകർന്നു തരുന്ന ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് സാറിന് നന്ദി പറയുന്നു. ഇതിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഇനി വരാനിരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത്രയൊക്കെ എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റുള്ളൂ. ഞാൻ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഓരോ അവസരങ്ങളിലും ഞാൻ എൻ്റെ ഓരോ അനുഭവങ്ങളും പങ്കുവയ്ക്കും. അതുപോലെ എല്ലാവർക്കും നന്ദി. സാറിന് 100,000 നന്ദി. എല്ലാവർക്കും നന്ദി. വളരെയധികം ഹാപ്പിയാണ് വളരെ സാർ. വളരെ വളരെ സന്തോഷം. നമ്മള് താങ്ക് വളരെ യു. നല്ല പ്രൗഢമായ സദസ്സായിരുന്നു EFTയുടെ ഓൺലൈനിൽ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് അടുത്ത ഒരാൾ സംസാരിക്കുന്ന ആരായിരുന്നു? EFT ഓൺലൈനിൽ പങ്കെടുത്ത അടുത്ത ഒരാൾ സംസാരിച്ചേ. സാർ, ഞാൻ ശ്രീകുമാരി സംസാരിക്കട്ടെ. നിങ്ങൾ മൈക്കും ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് കാണാം. സംസാരിച്ചോ. പേരെന്തായിരുന്നു? സാറിന് ഒരു 100 നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. എനിക്ക് ഈ 1-ാം തീയതി ശനിയാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഷുഗറിന് മരുന്ന് മേടിക്കണം. ഷുഗർ നോർമലാണ്, എങ്കിലും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിന് പോയി ഹോസ്പിറ്റലിൽ 8 മണിയായപ്പോൾ ഇവിടുന്ന് പോയി. 9:15 ഡോക്ടറുടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് സാറേ കണ്ണിലൊരു ഇരുട്ട് പോലെ. അപ്പോൾ അവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് ഞാൻ സമയം നോക്കിയപ്പം എനിക്ക് ആ ഒരു ഇരുളിച്ച തോന്നി. ഇന്ന് തല കറങ്ങുന്നൊന്നുമില്ല, ആ ഇരുളിച്ച തോന്നി. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ സാരിത്തുമ്പ് കൊണ്ട് കണ്ണാടിയൊക്കെ തൂത്ത് ഒന്നുകൂടെ വെച്ച് അവിടെ തന്നെ ഇരുന്നപ്പം എനിക്ക് ചുറ്റുപാടും എല്ലാം ഇരുണ്ട് വരുന്നതായിട്ട് തോന്നി. എൻ്റെ അടുത്ത് ഒരു 5-6 പേരുണ്ട്. അപ്പം ഞാൻ അവരോടും പറയാതെ ആ വരാന്തയിൽ ചെന്നിരുന്നു. ഇതെന്താ ഒരു നല്ല കാറ്റ് കിട്ടട്ടെന്ന് വിചാരിച്ച അവിടെ ഇരുന്നപ്പോൾ എൻ്റെ സാറേ എൻ്റെ നാക്കൂടെ അപ്പോഴത്തേനും കുഴഞ്ഞു പോയി. എനിക്ക് കൈ പൊക്കാൻ മേല. അന്നേരം ഞാൻ നോക്കിയപ്പം അവിടെ എൻ്റെ അയലക്കത്തു പറഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ളവർ തന്നെ, ഒരു അമ്മയും മകനും ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് സാറേ ഞാൻ കൈ നീട്ടി അവരെ വിളിക്കാൻ നോക്കിയിട്ട് എനിക്ക് കൈ നീളുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൈ വെച്ച് ഞാൻ ആ പയ്യനെ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചപ്പോൾ പയ്യൻ ഓടി വന്ന് എൻ്റെ എന്നാ ചേച്ചി എന്ന് ചോദിച്ചുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇവിടുത്തെ ജീവനക്കാരോടൊന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു, ഇവിടം വരെ വരാൻ പറഞ്ഞു. ആ പയ്യൻ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു, എൻ്റെ സാറാ അവിടെ വന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കരീം സാറാണ് അവിടെ വന്നത്, സത്യം. അപ്പം ഉടനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോഴത്തേന് എൻ്റെ നാക്ക് കുഴഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹം അമ്മ ഒന്നും കഴിക്കാതെയാണോ വന്നത്? ഇല്ല, ഞാൻ ഷുഗർ നോക്കാനും കൂടെ ആണല്ലോ വന്നത്, അപ്പം കഴിക്കത്തില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേന് ഞാനങ്ങ് കുഴഞ്ഞു. അപ്പം അദ്ദേഹം എന്നോട് പറയാണ്, മാഡം ഞാൻ ഹെൽപ്പ് ചെയ്യാം, മാഡം താഴേക്ക് വരാം. അപ്പം ഞാൻ 2 നിലയുടെ മുകളിലാണ്. താഴേക്ക് വരാമെങ്കിൽ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം, പിന്നെ അവിടെ ബെഡുണ്ടല്ലോ അവിടെ പോയി കിടക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അതൊക്കെ ആ ഒരു ഊർജ്ജം എനിക്ക് അന്നേരം കിട്ടിയതൊന്നും എനിക്ക് ഇപ്പം പറയാൻ മേല സാറേ. അദ്ദേഹം എന്നെ പിടിച്ച് ആ സ്റ്റെപ്പുകളെല്ലാം ഇറക്കി ഞാൻ ആ റൂമിൽ ചെന്ന് കിടന്ന് നിമിഷ നേരം കൊണ്ട് എന്നെ നോക്കിയ ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന് പറഞ്ഞു, ശ്രീകുമാരിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? അപ്പം എന്നോട് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചപ്പം സാറേ ഞാൻ പറയുന്നില്ല. ആ ശ്രീ എന്നുള്ളതിന് ഒരു കടുപ്പല്ലേ നാക്ക് കഴിയുമ്പം പറയാൻ. അപ്പോൾ ശ്രീ എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ മേല. അദ്ദേഹം തന്നെ അപ്പം പറയുന്നു, ഓ ശ്രീകുമാരി എന്ത് പറ്റി എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം അവരെ കൊണ്ട് ഗുളിക എൻ്റെ വായിൽ കൊണ്ടിടിച്ചു.
പെട്ടെന്ന് ഈ എൻ്റെ കൂടെ എൻ്റെ നാട്ടിലുള്ളവർ പെട്ടെന്ന് എൻ്റെ മക്കളെ അറിയിക്കുകയും എൻ്റെ വീട്ടിൽ അറിയിക്കുകയും ചെയ്ത് നിമിഷ നേരം കൊണ്ട് എൻ്റെ മക്കൾ 3 പേരും അവിടെ വന്നു. അപ്പം എനിക്ക് കണ്ണ് തുറക്കാൻ മേല, കണ്ണ് തുറക്കാനും നാക്ക് പൊങ്ങി സംസാരിക്കാനും പറ്റുന്നില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന മുഴുവൻ എനിക്ക് നല്ല സ്ഫുടമായിട്ട് എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പം അവിടെ 2 ജീവനക്കാരെ എൻ്റെ മകനെ അറിയാവുന്നവരുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോഴത്തേന് എൻ്റെ മകൻ അവർക്ക് ഫോൺ ചെയ്ത് അവർ പറയുന്നു, ശ്രീകുമാരി ഇത് സുമോദിൻ്റെ അമ്മയോ സുമോദിൻ്റെ അമ്മ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെല്ലാം എനിക്ക് കേൾക്കാമായിരുന്നു. നിമിഷ നേരം കൊണ്ട് സാറേ ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കോട്ടയത്തുള്ള വലിയ ഹോസ്പിറ്റലിലോട്ട് അവർ കൊണ്ടുപോയി. എനിക്ക് അവിടെ ചെന്ന് ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് 4 മണിയായപ്പോൾ ഞാൻ ഓക്കെ ആയി. എനിക്ക് ഞാൻ നല്ലപോലെ സംസാരിക്കുന്ന ഒരു കുഴച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കില്ല. വീണ്ടും സാർ എനിക്കൊരു പുതുജീവിതം തരികയായിരുന്നു. എല്ലാവരും എന്നോട് പറയുന്നുണ്ട് എന്ത് ഭാഗ്യമായി ഹോസ്പിറ്റലിൽ വെച്ചല്ലേ തന്നു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്മരിക്കുകയാണ് സാറാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചപ്പം. അല്ല ഈ രോഗം ഞാൻ വീട്ടിൽ കിടക്കുകയാണ് വന്നിരുന്നെങ്കിൽ ഞാൻ ഇത് സീരിയസ് ആയിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് എനിക്കത് വന്നത്. അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം എന്നിൽ നല്ലപോലെ ഉണ്ട്. ഓരോ കാര്യം ഇപ്പം 6 മാസത്തോളമായി ഞാൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ കഴിയുന്നു. ആ സാറിൻ്റെ എൻ്റെ ഓരോ ചലനത്തിലും സാറിൻ്റെ അനുഗ്രഹം ഞാൻ കാണുന്നുണ്ട്. സാറിനോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നല്ല. ഇപ്പം പുതുജീവനായിട്ട് ഇപ്പം ആരോഗ്യവതിയായിട്ട് 2-3 ദിവസത്തിന് എനിക്കൊരു ആരോഗ്യക്കുറവുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ മുതൽ ഞാൻ ആരോഗ്യം വീണ്ടെടുത്ത് വരിക. സാറ് തന്ന പുതു ജീവിതം ഞാൻ ഇതുപോലെ സന്തോഷമായിട്ട് കൊണ്ടുപോകുന്നു. യൂണിവേഴ്സിനും ഹാപ്പി പാർക്കിലുള്ള എല്ലാവർക്കും നന്ദി. അതുകൊണ്ട് ആരും മടിക്കണ്ട ഇതിലോട്ട് പോയി ഹാപ്പി പാർക്കിലോട്ട് വന്നു ചേരാൻ. നമ്മളെ ഉയർത്തുകയാണ് ചെയ്തത്. ഇന്നലത്തെ 10, 11, 12 ക്ലാസ്സുകളൊക്കെ അതിഗംഭീരമായിരുന്നു സാറേ. ഓരോ ക്ലാസ്സും കേൾക്കുമ്പോൾ ഞാൻ അതിശയപ്പെട്ടിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഫോർഗീവ്നെസ് പറയാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പുതുജീവിതം ആണ് സാർ എല്ലാവർക്കും തരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഹാപ്പി പാർക്കിൽ ചേർന്ന് സാറുമായിട്ട് യോജിച്ചു പോകണം. നമ്മുടെ ജീവിതം സഫലമാക്കാൻ സാധിക്കുന്നു. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ 3-4 അനുഭവങ്ങളുണ്ടായി. അതെല്ലാം എനിക്ക് എല്ലാവർക്കും സഫലമായി കിട്ടും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് സാറിന് 100 നന്ദി. എൻ്റെ ജീവിതം, എൻ്റെ ശാരീരിക ആരോഗ്യം തന്നത് സാറാ. നന്ദി സാറേ. ഓക്കെ വളരെ വളരെ സന്തോഷം. നല്ല ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സ്. ഇവർക്കൊക്കെ നന്നായി ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആരോഗ്യമുണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി ബ്ലെസ് ചെയ്യാം. ഒരുപാട് താങ്ക് യു കാലം സാർ. കൂടെ ഉണ്ടാവട്ടെ. വളരെ സന്തോഷം. പറ്റുമെങ്കിൽ താങ്ക് യു സാർ. മേഡം അടുത്ത ട്രഷർ ബാച്ചിലൊന്ന് വേണമെങ്കിൽ പങ്കെടുത്തോളൂ. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ തീർച്ചയായിട്ടും ഉണ്ടാവും. ശരി, വളരെ സന്തോഷം. ഈ EFTയിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാവരോടും പറയുന്നത് തന്നെയാണ്, ട്രഷറിലൊന്ന് പങ്കെടുക്കുക. അപ്പോൾ ജീവിതത്തിന്റെ പൊരുൾ മനസ്സിലാവും. നമുക്ക് മരണഭയം പോവും, അസ്തിത്വ ഭയം പോവും, എല്ലാം പോവും നമ്മുടെ കൂടെ. ഇത് ഞാൻ ഇതിൽ പങ്കെടുക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ സാക്ഷി നിർത്തിയാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? ശരി, ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? ഈ കഴിഞ്ഞ EFT ബാച്ചിൽ ഉണ്ടായിരുന്ന അടുത്ത ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളാണ്. നേരത്തെ EFT പങ്കെടുത്തത്. അപ്പം സമയമുണ്ടല്ലോ അല്ലേ? അത് നമ്മൾ ഈ ഒരു EFTയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സംസാരിക്കട്ടെ. എന്നാൽ സാർ 2 വാക്ക് സംസാരിച്ചോളൂ. പുതിയ EFTയിലെ ആൾക്കാരോട് സംസാരിക്കാനുള്ള സമയം. എന്നാലും സാർ സംസാരിച്ചോളൂ, മൈക്കിൽ വന്നല്ലോ. സംസാരിച്ചോളൂ സാർ. മൈക്ക് ഓണാക്കാൻ പറ്റുന്നില്ല. മൈക്ക് ഓണാക്കും അപ്പോഴേ കേൾക്കുന്നില്ല. സാറേ ഞാൻ പറയട്ടെ? അടുത്ത മറ്റൊരു സഭ. ഓക്കെ സോറി. ഹലോ, പറയൂ. അങ്ങനെ പറഞ്ഞോട്ട് പിന്നെ പറയാം. ഓക്കെ. എന്നാ ഈ ലേഡി സംസാരിച്ചോളൂ. സാറേ വീഡിയോയിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. ഞാനിപ്പോൾ 1.5 മാസമായി നമ്മുടെ EFTയിൽ ചേർന്നിട്ട്. അതിനു മുന്നിൽ ഞാൻ ഇങ്ങനെയല്ല. നേരത്തെ ഒരുപാട് നമ്മളെ ചെറുപ്പകാലത്തിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നൊരു വ്യക്തി. പൊടുന്നനെ ഞാനങ്ങ് ഡെസ്പായി.
എനിക്ക് സത്യം പറഞ്ഞ ഒരു കാറ്റ് പോയ ബലൂൺ പോലെയായിരുന്നു സാറേ ഞാൻ. രാവിലെ എഴുന്നേൽക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ. മനസ്സിനൊരു ശാന്തി എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ 1.5 മാസം കൊണ്ട് എനിക്ക് ആദ്യം ലഭിച്ചത് മനഃശാന്തിയാണ്. ആ മനഃശാന്തിയിലൂടെ തന്നെ സാറ് പറഞ്ഞ ആ അഫർമേഷൻ, മനഃശാന്തി, ഐശ്വര്യം, ആരോഗ്യം, അതെല്ലാം എനിക്ക് ഇപ്പോൾ വന്നു കിട്ടിയിട്ടുണ്ട്. വേറൊന്നും എനിക്ക് വേണ്ട, മനഃശാന്തി. അതിലൂടെ ബാക്കി എല്ലാം കിട്ടുമെന്ന് സാറ് പറയുന്നുണ്ടല്ലോ, അത് ഉറപ്പാണ്. പിന്നെ എന്താണ് ബിന്ദി എന്ന് പറയുന്ന ഒരു കുട്ടിയിലൂടെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അതിനു മുമ്പ് വരെ എനിക്ക് അറിയില്ലായിരുന്നു സാർ എന്താണ്, സാർ ആരാണ്. പക്ഷെ സാർ ഓരോ മനുഷ്യന്റെയും അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ വ്യക്തിയും പർട്ടിക്കുലറായിട്ട് മനസ്സിലാക്കിയാണ് സാർ ഈ ക്ലാസ് എടുക്കുന്നത്. സാർ പറയുന്ന ഓരോ സെന്റൻസും ഞാൻ കേൾക്കുമ്പോൾ ദൈവമേ, എൻ്റെ ഉള്ളിലുള്ളതാണല്ലോ ഈ സാർ പറയുന്നത്, സാറിന് ഇതെങ്ങനെ മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മുന്നിലോട്ട് വരുന്ന ഓരോ ക്ലാസ്സിലും ഞാൻ എന്തിതാണെങ്കിലും ഞാൻ വന്നിരിക്കും. എല്ലാത്തിലും ഈ ഹാപ്പി പാർക്കിന്റെ എൻ്റെ മരണം വരെ ഹാപ്പി പാർക്കിൽ ഞാൻ ഉണ്ടായിരിക്കും. സാറിനും ഈ ടീമിനും എൻ്റെ 1000 ആശംസകൾ. പേരെന്തായിരുന്നു? എൻ്റെ പേര് അമ്പിളി സതീഷ്, ഞാൻ ഗുജറാത്തിൽ നിന്ന്. വളരെ വളരെ സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ട്രഷറിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. ഓ സാർ, ഞാൻ വരുന്നുണ്ട്. ബിന്ദി എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ വളരെ ഹാപ്പി ആയി എന്ന് പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. അതെ സാർ. ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? സർ, ഞാൻ സംസാരിക്കട്ടെ. ഐഷ. ഓക്കെ, ക്യാമറ വരാൻ പറ്റുമോ? ഇല്ല സർ, പിന്നീട് സർ. കുഴപ്പമില്ല, സംസാരിച്ചോ. ഞാൻ പുതിയ EFT ഉണ്ടായതാണ്. എന്നിട്ട് EFT തീർന്നപ്പം തന്നെ എന്തോ ഇതുപോലെ അത്രയും വളരെ പ്രതീക്ഷയോടെയാണ് ക്ലാസ്സിന് ഇരിക്കാറ്. അപ്പൊ ട്രഷറിലെല്ലാം ഉണ്ടായതുകൊണ്ട് ആ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശ്വാസമായി. പക്ഷെ എന്നാലും നമ്മൾ കൂടെ തന്നെ ഉണ്ടല്ലോ ഈ ക്ലാസ് വീണ്ടും കേൾക്കാന്നില്ലേ സർ. ആ ക്ലാസ്സിലെ ദിവസമെല്ലാം ആ EFT ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അനുഭൂതിയാണ് ആ ദിവസം. നല്ല ഉറക്കിനും എല്ലാ കാര്യത്തിനും നല്ല മനസ്സിന് നല്ല ശാന്തി, സമാധാനം, അതാണ് ഏറ്റവും വലുത്. ഇത് പ്രശ്നങ്ങൾ കേട്ടാലും അതിലേക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു. അത് ഇതിന് ശേഷമാണ് എനിക്ക് ക്ലാസ്സിന് ശേഷമാണ് അത് പറ്റാൻ കഴിഞ്ഞത്. അതുവരെ എനിക്ക് അങ്ങനെ കിട്ടില്ല. എന്തിനും ഏതിനും ഞാൻ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം പറയുന്ന രീതിയിൽ എനക്കായി. ആർക്കും എന്തും സമാധാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. അതെങ്ങനെയാണെന്ന് ആ വാക്കുകൾ എനിക്ക് കിട്ടുന്നു. മുമ്പ് ആ വാക്കുകൾ എനിക്ക് തന്നെ ഇല്ലാത്തത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിനിടെ എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സർ. കാലിന്റെ മുട്ടിന് ഒന്ന് വീണിട്ട് ഓപ്പറേഷൻ വന്നു. അപ്പൊ ഞാൻ മുമ്പൊക്കെ അങ്ങനെ ചെറിയൊരു ഓപ്പറേഷനൊക്കെ പോയതാണ്. പക്ഷെ ഞാൻ വളരെ പേടിയോടും വിഷമത്തോടും പോയാലും അവിടെ നെഞ്ചെടുപ്പും ബേജാറും ഓപ്പറേഷന് പോകുമ്പോ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ വളരെ ശാന്തി, സമാധാനം. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഓപ്പറേഷന് പോകുന്ന ആ സമയത്തും പിന്നെ ഞാൻ ആ ഇതിൽ ഒന്ന് EFT ചെയ്തിട്ടാണ് പോകുന്നത്. രാവിലെ തന്നെ EFT ചെയ്ത് മനസ്സിനൊരു ശാന്തി കൊടുത്ത് വളരെ ഇതിൽ കൂളായിട്ട് ഞാൻ പോയതും ചെയ്തതും എല്ലാം എനിക്കൊരു സ്വപ്നം പോലെയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. പോയതും വന്നതും ആ ചെയ്തതും എല്ലായിടത്തും ഒരു മനസ്സിനൊരു ശക്തി കിട്ടിയ പോലെയായിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ രാത്രി എനിക്ക് കിടന്ന കൈ തരിപ്പ് വരും. രാവിലെ എഴുന്നേറ്റാൽ നല്ല തരിപ്പ്. എഴുന്നേറ്റിരുന്ന് കൈ തടവി ഒന്ന് ലെവലാക്കിയിട്ട് വേണം എനിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി. നല്ല തരിപ്പാവും കൈ. പക്ഷെ എനിക്ക് EFT ഇത് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ആ തരിപ്പ് എവിടെ പോയെന്നറിയില്ല. രാവിലെ എഴുന്നേറ്റ് ഞാൻ തന്നെ അത്ഭുതപ്പെടും. എൻ്റെ കയ്യിൽ തരിപ്പ് അത് ഭയങ്കര ഒരു അത്ഭുതമാണത്. അതിന്റെ ഗുണം കൊണ്ട് ഭയങ്കര. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞാൻ രാവിലെയും രാത്രിയും നമുക്ക് ഉച്ചക്കും വേണമെങ്കിൽ ഞാൻ ചെയ്തു. കാരണം അതിന്റെ അനുഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരീരത്തെ ഓരോ ഭാഗത്തായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വളരെ നന്ദി സർ, സാറിനും ടീമിനെല്ലാം വളരെ നന്ദി. എങ്ങനെയുണ്ട്? അത് ഇതിനേക്കാളും ഗംഭീര സർ. അടിപൊളി തന്നെയാണ്. ഓരോന്നും വീണ്ടും വെച്ച് കേട്ടോണ്ടുണ്ട്. സന്തോഷം. എല്ലാവരും 2026 ഒരു വർഷം ഹാപ്പി പാർക്കിന്റെ കൂടെ, ഇതാണ് ക്യാമ്പയിൻ. ഒരു വർഷം നിങ്ങൾ തരും. ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസുള്ളൂ. എല്ലാവരും പേടിച്ചു പോയിണ്ടാവും. അത്രയേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഒരു വർഷം കൊണ്ട് നമ്മളുടെ സെല്ലുകൾ മുഴുവനും പുതിയതായിട്ട് മാറും. ഒരു വർഷം നിരന്തരമായി പുതിയ ഒരു ചിന്താഗതിയിലൂടെയും പുതിയ ഒരു ലോകത്തിലൂടെയും സഞ്ചരിച്ചാൽ അടുത്ത വർഷം മുതൽ നമ്മൾ പുതിയ ഒരാളായിട്ട് മാറും. അതാ ഒരു വർഷം എന്ന് പറയാൻ കാരണം. വളരെ സന്തോഷം ആയിഷ, സിറാജുദ്ദീൻ. അതേപോലെ ഇനി ആരാണ് സംസാരിക്കാനുള്ളത്? ക്യാമറ ഓണാക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, അടുക്കളയിലെ പണിയാണെങ്കിൽ കുഴപ്പമില്ല, സംസാരിച്ചോ.
എനിക്ക് ഹെഡ്ഫോൺ ഒഴിവാക്കണേ, ഹെഡ്ഫോൺ ഒഴിവാക്കണം, നേരിട്ട് നോക്കി ഇല്ല. സംസാരിക്കണം. കേൾക്കുന്നുണ്ടോ? അപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ, അതെ. നമ്മുടെ മനസ്സ് നന്നാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട്. അതിന് ഓരോരോ ഗുരുക്കന്മാരെ ഇങ്ങനെ ഒരു ക്ലാസ്സുകളിൽ സാർ പറയണ പോലെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിൽ ഇങ്ങനെ എത്താറുണ്ട്. സാറുടെ ക്ലാസ്സിലെത്തിയപ്പോ അത് അതിമനോഹരം എന്ന് പറയും. ഭയങ്കര അത്ഭുതങ്ങള് സത്യമായിട്ടും സാറ് അത് ആത്മാർത്ഥമായിട്ട് സാർ എല്ലാവർക്കും ഇങ്ങനെ നൽകുന്നത് നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു എന്താണ് പറയാ ഒരു സ്വപ്നാണ് അതൊക്കെ. സാർ ഇങ്ങനെ ക്ലാസ് കൊടുക്കണ പോലെ നമ്മളും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കണതാണ് സത്യത്തില്. എല്ലാവർക്കും ഈ ഒരു കാര്യം എത്തിക്കുക. എല്ലാവർക്കും എല്ലാതും ഉണ്ട്, പക്ഷെ ചിലതൊന്നും നമ്മൾ അറിയണില്ല. അപ്പൊ അതൊക്കെ അറിയിക്കുക, ഓരോ അനുഗ്രഹങ്ങളെ നമ്മൾ അതൊക്കെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കൂടെ എത്തുമ്പോൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോ ഒരുപാട് സാറുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി. ഇനി കൂടെ എപ്പോഴും ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുടെ കൂടെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് ജീവിതം വളരെ സുന്ദരാക്കാൻ പറ്റും. നമ്മുടെ ചെറിയ ചെറിയ ചിന്താഗതിയിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് ഒന്ന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അവസ്ഥ ഉണ്ടാവും. ഒരു കുട്ടിയെ പോലെ സത്യം പറഞ്ഞാല് എല്ലാരെയും കാണാനും സ്നേഹിക്കാനൊക്കെ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുകയാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് മനസ്സ് ശാന്താക്കി വെക്കുമ്പോൾ നമുക്ക് എല്ലാം ശാന്തായിട്ട് നമുക്ക് എല്ലാത്തിനെയും ആ ഒരു രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കും. പ്രധാനമായിട്ട് അതാണ് ഇത് കൂടെ ഈ ക്ലാസ്സിൽ കൂടെ ഒക്കെ നടക്കണത്. നമ്മള് രാവിലെ എണീക്കും, കുളിക്കും, ശരീരമൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വെക്കും, എല്ലാം വൃത്തിയാക്കി വെക്കും. പക്ഷെ മനസ്സ്, നമ്മുടെ ചിന്തകള് ഇതൊക്കെ എവിടേക്കാ പോണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു സത്യം പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് വേണ്ടത്. അതും വേണം. കൂട്ടത്തിൽ വേണ്ട ഏറ്റവും വേണ്ട ഒരു കാര്യം അതാണ്. അപ്പോഴാണ് നമുക്ക് ബാക്കി എല്ലാം വരുന്നത്. അപ്പൊ അതിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി സാർ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാറിന്റെ കൂടെ എപ്പോഴും നിൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാറിന്റെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ. അതിന് സാറിന്റെ അനുഗ്രഹം വേണം. അപ്പൊ ഒരുപാട് നന്ദി സാർ, ഒരുപാട് നന്ദി. കൂടെ പ്രവർത്തിക്കാൻ എല്ലാവർക്കും, എല്ലാ സാറിനോടൊപ്പം എല്ലാവർക്കും. ഓക്കെ, സന്തോഷം. നിങ്ങൾ ഇതിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ അനുഗ്രഹമായി. അത് വിചാരിക്കൂല പലരും. ഇതൊന്നും നമുക്ക് നടക്കില്ല, നമുക്ക് നടക്കുന്ന പരിപാടിയല്ല എന്ന് ആദ്യം തന്നെ വിധി ചെയ്യുന്നതുകൊണ്ടാണ് അനുഗ്രഹമൊന്നും കിട്ടാത്തത്. എനിക്ക് എങ്ങനെ ഇതൊക്കെ എനിക്കൊന്ന് അനുഭവിക്കണം, എൻ്റെ ലൈഫിൽ ഇത് വരണം എന്ന് ഒരാൾ ചിന്തിച്ചാൽ തന്നെ അയാൾക്ക് ഇതിന് അവസരം വരും. മനസ്സിലായില്ലേ? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒന്ന് അമേരിക്ക പോകണമെന്ന്? നമ്മൾ ആലോചിക്കുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് അമേരിക്ക പോകാൻ പറ്റാത്തത്. മനസ്സിലായത്? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. എനിക്ക് ഡെഫിനറ്റ്ലി ഐ വാണ്ട് ടു അറ്റൻഡ് ദിസ് വൺ, എസ്പെഷ്യലി ട്രഷർ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളോട് തന്നെ സമ്മതം ചോദിച്ചാൽ അത് അനുഗ്രഹമായിട്ട് മാറും. ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? അടുത്ത ആരാണ് സംസാരിക്കുന്നത്? EFTയുടെ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന, ഇപ്പൊ ഇന്നലെ പൂർത്തിയാക്കിയ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാർ, ഇനി ആരാണ് സംസാരിക്കാനുള്ളത്? ഞാൻ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, ഓൺലൈൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടല്ലോ സാറേ, ട്രഷറിലും ഉണ്ടല്ലോ. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ എന്തോ പ്രശ്നമായി കിടക്കുക കുറെ നാളായിട്ട്. ഞാൻ അവിടെ വന്നപ്പോഴൊക്കെ നോക്കിച്ചൊന്നും ശരിയാവുന്നില്ല. ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയൂ. എന്തൊക്കെ കിട്ടി? ഓൺലൈൻ ക്ലാസ്സിന്റെ അനുഭവങ്ങൾ ഒന്ന് പറയൂ. എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് സാറേ. എനിക്ക് എൻ്റെ ആദ്യം കിട്ടിയത് എൻ്റെ ഈ പെടലിയുടെ പ്രശ്നമാണ്. എനിക്കത് മാറാതിരുന്നതാണ്. ബാക്കിയെല്ലാം മാറിയിട്ടും അതൊന്നും മാറുന്നില്ലായിരുന്നു. ഒന്നാമത് കിട്ടിയത് എൻ്റെ ഭയം മാറി. എനിക്ക് മനസ്സിന് സന്തോഷം, സമാധാനം. എന്തിനു പോയാലും എനിക്ക് ആ മനസ്സിനൊരു ഇത് കൊണ്ട്. പക്ഷേ കൂടുതലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അന്യ ഒരാൾക്കാരോട് പറഞ്ഞാൽ അവർ നമ്മളെ അംഗീകരിക്കും. സ്വന്തം വീട്ടിൽ നിന്നാണ് നമ്മളെ കീപ്പോട്ട് വലിക്കുന്ന ഒരിത്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലായാലും എവിടെയും എന്നെ കീപ്പോട്ട് വലിക്കുന്ന ഞാൻ ശക്തമായിട്ട് ഇപ്പൊ പറയുക. എനിക്ക് ഏറ്റവും എണ്ണമുള്ള ഒരു കാര്യം അത് തന്നെയായിരുന്നു. ഇപ്പൊ എനിക്ക് അൽഹംദുലില്ലാ എന്നെ പല സ്ഥലത്തുനിന്നും മലപ്പുറത്തുനിന്ന് ഒരേ ആൾക്കാർ വിളിച്ചതിൽ ചേരാം, എൻ്റെ ബിസിനസ്സിലോട്ട് വരാം എന്ന് പറഞ്ഞ ഒരു അവസരം എനിക്കുണ്ട്. ആ ഭയമെല്ലാം മാറി കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ആരോട് പറഞ്ഞാലും എന്നെ എല്ലാവർക്കും അംഗീകാരം. കാരണം അത്രയ്ക്ക് ഞാൻ അങ്ങനെ
സത്യസന്ധമായിട്ട് എല്ലാവരോടും ഇടപെടത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ. ഒരു ചെയ്താൽ ഒരു പ്രവൃത്തി ചെയ്താൽ മറ്റു പല ബിസിനസ്സിൽ നിന്നും എന്നെ ഓരോരുത്തരും വിളിക്കാൻ വന്നു, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ജ്യൂസ് കച്ചവടം. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വരത്തില്ല, എനിക്കങ്ങനെ ആദ്യമേ ലാഭമൊന്നും വേണ്ട, എനിക്ക് ചെറിയ രീതിയിൽ ഉള്ളത് മതി. കാരണം രോഗരുടെ ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാറ്റി കൊടുത്തും കൊണ്ടുള്ള ചെറിയ ഇത് മതി എനിക്ക്. അങ്ങനെ ഞാൻ അതിൽ ഉറച്ചു നിന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത് ചെയ്യുന്നതിന് എന്തിനാ അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ചോദ്യം എനിക്ക്. കാരണം എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ സ്വന്തമായിട്ട് 10 പൈസ എനിക്ക് എടുക്കണം എന്നൊരിതുണ്ട്. ആ ഒരു ഇതുകൊണ്ടും പിന്നെ ഞാൻ അവരോട് ഒരു സത്യസന്ധം അല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും എന്നെ ഇപ്പൊ ഇതിലും സാറെത്തിച്ചു. ഇതിൽ വന്നതിന് ശേഷം എൻ്റെ ബിസിനസ്സിലൊക്കെ ഒരുപാട് മാറ്റം. ഇപ്പൊ കിമാവിവി തന്നെ ഇന്നലെ എന്നെ വിളിച്ച്, പിന്നെ അല്ലാതെ വേറെ പിന്നെ ഇവിടെ നമ്മുടെ ഇത് ഹാപ്പി പാർക്കിലുള്ള 3-4 പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതിലോട്ട് വന്നിട്ട് ഒരാൾ ചേർന്നിട്ടുണ്ട്, ബാക്കിയുള്ള ചേരാം എന്ന് പറഞ്ഞിരിക്കുന്നു. മലപ്പുറത്തുനിന്ന് ഒരാൾ ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹവും ഞാൻ വേറെ നമ്പർ കൊടുത്തു. എനിക്ക് ഒത്തിരി സന്തോഷം സാറ്, ഒത്തിരി സാറിന് ഇതിൽ എത്തിപ്പെടാൻ ചേർന്നത് തന്നെ എൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് അള്ളാഹുവായിട്ട് എന്നെ ഇതിൽ എത്തിച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പം ഭയങ്കര ഇനിയും കൊല്ലത്തുന്ന ആൾക്കാർ ഇതിലോട്ട് ചേരാൻ വരുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് സാറേ. എന്റെ ലിസൻസ് കൊണ്ടുപോകാൻ വളരെ സന്തോഷം. ഇനി അടുത്താരാ സംസാരിക്കുന്നത്? സാർ ഞാൻ സംസാരിക്കാം. പേര് പറഞ്ഞോളൂ. ഞാൻ ഉഷാദേവി, എറണാകുളം. പറയൂ. ഇന്നത്തെ ഈ ഹാപ്പി പാർക്കിന്റെ ഈ വെള്ളിയാഴ്ചത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പം ധാരാളം ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കേട്ട അനുഭവങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഹാപ്പി പാർക്ക് എന്താണെന്നും ഹാപ്പി പാർക്കിലേക്ക് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. സാറ് നമുക്ക് പറഞ്ഞു തരുന്ന പോലെ നമുക്കൊരു അനുഭവം അറിയണമെങ്കിൽ അത് അനുഭവിച്ചു തന്നെ തീർക്കണം. അല്ലാതെ നമ്മൾ ദൂരെ നിന്നുകൊണ്ട് ഹാപ്പി പാർക്ക് ഇന്നതാണ് അതാണ് ഇതാണെന്നുള്ള നമ്മുടെ മിഥ്യാ ചിന്തയെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരൂ, വന്നിട്ട് നിങ്ങൾ അനുഭവിച്ചറിയൂ. ഫസ്റ്റ്. സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ എന്നെ പറയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയുമായിട്ടാണ് ഞാൻ ഈ ഹാപ്പി പാർക്കിൽ വന്നെത്തിയത്. കാരണം നമ്മളെല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും മാനസിക, ശാരീരിക, ഫൈനാൻഷ്യലി ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇതൊന്നുമില്ലാത്ത ആരും ഇതിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യരായ നമുക്കെല്ലാം വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തിനാണോ ഈ സൗജന്യ ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് ഈ ആശ്വാസം, ഇപ്പൊ ഞാൻ ഒത്തിരി പേർക്ക് ലിങ്ക് അയച്ചു, അവരെല്ലാം സൗജന്യ ക്ലാസ് കയറി എല്ലാവരും എന്നെ വിളിച്ചു പറയുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര നല്ല ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിൽ തോന്നുന്ന ആ സംഭവം അവിടെ മുതൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന, അവിടെ മുതൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന ഒരു ധാരണ, ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ ഹാപ്പി പാർക്ക് എന്ന് പറയുന്നത്. ആ ചൈതന്യം സാറ് നമുക്ക് പറഞ്ഞു തരുന്ന ആ ക്ലാസ്സിലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കയറി നമുക്ക് ആ ചൈതന്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ സമാധാനവും ശാന്തിയും സന്തോഷവും നമുക്ക് നല്ല ക്ഷമയും ഒക്കെയുള്ള ഒരു ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോവാം. അതേപോലെ തന്നെ നമുക്കറിയാം, സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ മണി ഒരു വലിയ പ്രോബ്ലംസ് ആണ്. മണി ഇല്ലെങ്കിൽ, കാശില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് വരണം. ഇപ്പൊ ഞാൻ റിച്ച് മണി മൈൻഡ് സെറ്റപ്പ് എന്ന ക്ലാസ്സിൽ കയറി 2-ാം ദിവസം എനിക്ക് അതിന്റെ അനുഭവം ഉണ്ടായി. എൻ്റെ മകൾക്കൊരു വീട് 6 വർഷമായിട്ട് ഞങ്ങൾ വിചാരിച്ച ഒരു കാര്യമാണ്. അത് ഓൾറെഡി ഞങ്ങൾക്ക് അത് സെറ്റിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഞാൻ EFT ബേസ് കയറി, EFT അഡ്വാൻസ് കയറി, ഇപ്പൊ ഞാൻ ട്രഷറിലുണ്ട്. 100% ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്ക് മനസ്സിനും ശരീരത്തിനും ശാന്തി ലഭിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഇങ്ങനെ ഒരു നദി ഇങ്ങനെ സമാധാനമായിട്ട് ഒഴുകി പോകുന്നതെന്ന് മനസ്സിൽ കാണും. അതേപോലെ നമുക്ക് ആ നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് നോക്കി കാണാൻ കഴിയും. ആ ശാന്തത നമ്മളിലേക്ക് വരും. ശാന്തത, ക്ഷമ, ഇതെല്ലാം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ സന്തോഷം കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളിലേക്കും സുന്ദരമായിട്ട് ഇറങ്ങിച്ചെല്ലാം. അതുപോലെ നമുക്ക് ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി ഒക്കെ നമുക്ക് നല്ല നോളജാണ് നമുക്ക് ഇവിടെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ശാരീരികമായിട്ട് പറയുവാണെങ്കിൽ ഷുഗർ, തൈറോയിഡ്,
പിന്നെന്തുവാ പ്രഷർ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ടെൻഷൻ മനസ്സിൽ വെച്ച് വെച്ച് ജീവിതം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ കാശില്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, പിന്നെയും നമുക്ക് സങ്കടവും വിഷമവും പിന്നെയും ബോഡി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അടുത്ത ഓരോരോ നിങ്ങളുടെ വരുമാനം അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഫൈനാൻസ് അല്ല ഇവിടെ സാറ് ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഇതിൽ നമ്മൾക്ക് കുറേ നമ്മുടെ കയ്യിൽ നിന്ന് കുറെ കാശ് മേടിക്കുന്ന ഒരു സംഭവമല്ല ഇത്. ഞാൻ പുറത്തു നിന്ന് ആദ്യം നോക്കിയപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്തേക്ക് കയറിയത്. ഹാപ്പി പാർക്കിന്റെ അകത്തേക്ക് കയറിയപ്പം 100% ഇപ്പൊ ഇവിടെ ഇരുന്ന് അനുഭവം പറഞ്ഞ എല്ലാവരും 100% ഉറപ്പാണ്. ഞാൻ അങ്ങനെ ഒത്തിരി അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ മെഡിറ്റേഷനിൽ കയറി നെക്സ്റ്റ് സ്റ്റെപ്പ് കയറൂ. നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കൂ. അത് നമുക്ക് തന്നെയല്ല, നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കള്, നമ്മുടെ ഈവൻ നമ്മുടെ ഫ്രണ്ട്സ്. ഇപ്പൊ ഞാനൊക്കെ എവിടെയിട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര നല്ല റെസ്പെക്റ്റ് ആണെന്ന് അറിയാം. നമ്മുടെ പഴയതിലും വലിയൊരാളായി നമ്മൾ മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ ആവശ്യമില്ലാതെ ആരുടെയും കാര്യത്തിൽ ഇടപെടില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിസേർവ് ആയിട്ട് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആരുടെ അനാവശ്യ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല. ഇതെല്ലാം ലൈഫിൽ. അതുപോലെ ഫൈനാൻഷ്യലി ഞാൻ പറയുന്നു, ഫൈനാൻഷ്യലി നമുക്ക് ഓരോ ദിവസവും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളിൽ തന്നെ നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇദ്ദേഹം ഒരു അവതാര പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ നമ്മൾ ഒരു വലിയ ഗുരുവാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടാനാണ് നമ്മൾ ആദ്യം അത് നമ്മൾ കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും ബാക്ക് പോകരുത്. ആ ഗുരുവിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്ത് നമ്മുടെ ജീവിതത്തെ സന്തോഷവും ക്ഷമയും സമാധാനവും ശാന്തിയൊക്കെ കൊണ്ട് നല്ല സമ്പൂർണമായിട്ട് പോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ EFTയുടെ മെഡിറ്റേഷന്റെ സൗജന്യ ക്ലാസ്സിൽ കയറുന്ന എല്ലാവരും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരിക. ഹാപ്പി പാർക്കിന്റെ കൂടെ ഞങ്ങളൊക്കെ എന്നും ഉണ്ടാവും. ഞങ്ങൾ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടോ അത്രയും നാളും ഞങ്ങൾ ഉണ്ടാവും. കാരണം അത്രയ്ക്കും ഗുണങ്ങള് ഇങ്ങനെ ഓരോന്ന് എടുത്തു പറയാൻ പറ്റത്തില്ല. അത്രയും ഗുണങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഹാപ്പി പാർക്കിനും കരീം സാറിന്റെ എൻ്റയർ ടീമിനും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു സാർ. ഒത്തിരി നന്ദി. എല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാവരും വരുക. നിങ്ങളെല്ലാവരും മനസ്സിന് വിഷമമുള്ളവരും അല്ലാത്തവരും എല്ലാവരും വരൂ. നമുക്ക് ഒന്നിച്ച് ലൈഫ് നല്ല ഭംഗിയായിട്ട് സമാധാനവും ശാന്തിയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ, വളരെ വളരെ സന്തോഷം. അതുകൊണ്ടാണ് ഒരു വർഷമെങ്കിലും മിനിമം നിങ്ങൾ ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കണമെന്ന് പറയാൻ കാരണം. ഒരു വർഷം സഞ്ചരിച്ചാൽ പിന്നെ നിങ്ങൾ ഒരു ഗുരുവായിട്ട് മാറും. ആ രൂപത്തിലുള്ള ഒരു ചേഞ്ച്, ട്രാൻസ്ഫർമേഷൻ ഡെഫിനറ്റ്ലി ലൈഫിൽ സംഭവിക്കും. ഏതായാലും വലിയ സന്തോഷമുണ്ട്. അതുപോലെ 2026 ട്രഷറിലൊക്കെ എനിക്ക് പങ്കെടുക്കണം. ഹൗ ക്യാൻ, എനിക്ക് എങ്ങനെ, ആ രൂപത്തിൽ ചിന്തിച്ചു നോക്കും. ഡെഫിനറ്റ്ലി അത് സാധിക്കും. പിന്നെ മാത്രമല്ല, ആ ട്രഷറിനൊക്കെ അത്രയും മൂല്യമാണ്. അതിന് ആ രൂപത്തിൽ റിസ്ക് നമ്മൾ എടുക്കണം. അപ്പോഴതിൻ്റെ എന്താ പറയുക, ആ രൂപത്തിൽ റിസൾട്ടും നമുക്ക് ലഭിക്കുകയുള്ളൂ. ട്രഷർ കോഴ്സ് എന്തുവാ പറയാ, ട്രഷർ കോഴ്സ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയാനുണ്ടോ? 1-2 ആൾ സംസാരിച്ച്. പുതിയ ബാച്ചിൽ 6ാമത്തെ ബാച്ചിലോ 5ലോ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ട്രഷർ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 5ലോ 6ലോ ഉള്ള ആരെങ്കിലും ഉണ്ടോ? പുതിയ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? ട്രഷറൊക്കെ ഹാപ്പിയായി നേരത്തെ പോയോ എല്ലാവരും? എനിവൺ? ഇവരൊക്കെ തന്നെ. നിങ്ങൾ ട്രഷറിലല്ലേ? നാരായണ സാറുണ്ട്, പിന്നെ പല ട്രഷർ ആരെങ്കിലും സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരിക്കും അല്ലേ? ഇതുവരെ സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ട്രഷർ ബാച്ച് 5. ഞാൻ മിക്കവാറും പറയാവുന്ന ആളാ, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ. മാഡം നേരത്തെ പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടോ? ട്രഷറിലുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടോ? മുഹമ്മദ് ഖാസിം. എന്തുവാ സാർ 5ലോ 6ലോ? 5ാമത്തെ ബാച്ച്. എന്തുവാ ട്രഷറിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ക്യാമറ ഓണാക്കാൻ പറ്റുമോ? അതെ. ഓണാക്കി സംസാരിക്കും. ഞാൻ ഇവിടെ ഹാപ്പി പാർക്കിൽ വന്നിട്ട് ഇപ്പോ 7ാമത്തെ മാസമാണ്. ശരിക്ക് ഫസ്റ്റ് ഞാൻ മറ്റേ എറണാകുളത്ത് EFTയിൽ പങ്കെടുത്തു. ഫസ്റ്റ് മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് അടുത്ത മാസം തന്നെ ട്രഷറിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റി.
അപ്പോൾ ജീവിതത്തിൽ നമ്മള് ഒരുപാട് ഞാൻ മനസ്സിലാക്കി ഓരോ ആൾക്കാരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ശരിക്കും നമ്മളെ എല്ലാവരും പറയുന്നത് ദൈവമാണ് ഇതിലോട്ട് എത്തിക്കുന്നത്. അത്രയും നമ്മള് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഓരോ ആൾക്കാരും ഇത് നേരിടുന്നു ലോകത്ത്. ഓരോ ആൾക്കാർക്കും ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ശരിക്ക് ഈ ഹാപ്പി പാർക്കും പിന്നെ ട്രഷറിൽ പങ്കെടുത്താൽ പിന്നെ നമ്മൾ അത് വേറൊരു ലെവലാണ്, നമ്മളെ വേറെ തലത്തിലോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ EFT അഡ്വാൻസിൽ നമ്മുടെ ലൈഫിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തൊട്ട് മുതൽ നമ്മുടെ ഒരു ഏജിങ് രൂപീകരിക്കുന്ന 14 ഇയേഴ്സ് or 13 ഇയേഴ്സ് അതുവരെയുള്ള എല്ലാം ക്ലെൻസ് ചെയ്ത് നമ്മുടെ എല്ലാ ഒരു മൊത്തത്തിൽ ക്ലെൻസ് ചെയ്ത് എടുക്കുന്ന ഒരു ഇതാണ് അതിൽ സാറ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചത്. അപ്പോൾ നമ്മുടെ ഒരുപാട് നമ്മുടെ മാനസികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള ഒരു ഫുൾ പാക്കേജാണ്. നമ്മളെ മൊത്തം ഒരു മനുഷ്യന് എന്തൊക്കെയാണോ വേണ്ടത് ഓരോ തലത്തിലൂടെ കൊണ്ടുപോയി ആ രീതിയിൽ നമ്മൾ മൊത്തം ക്ലെൻസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സാർ എപ്പോഴും പറയും ഇത് ഒരു വൈബ്രേഷൻ ആണ്. ശരിക്കും സാറിന്റെ ഒരു ഓറ, ആ വൈബ്രേഷൻ മൊത്തം എല്ലാവർക്കും പകർന്നു കൊടുക്കുകയാണ്. സാറ് പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊരു ട്യൂൺ ഇപ്പൊ FM മാറ്റി സാർ എപ്പോഴും പറയാറുള്ള വാക്കാണ് FM-ന്റെ ട്യൂണിങ്. നമ്മുടെ ഒരു ട്യൂണിങ് മാറിക്കിടക്കുകയാണ്. അത് സാറ് ഒരു ട്യൂൺ ചെയ്ത് തരികയാണ്. ശരിക്കും നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലോട്ട് നമ്മളെ സാർ ട്യൂൺ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ സാർ എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ സാറ് പറഞ്ഞിരുന്നു 100%. സാർ എപ്പോഴും അത് എടുത്തു പറയും 100%. ഞാൻ അപ്പൊ ആലോചിക്കും ഇതെങ്ങനെ 100% നമുക്ക് എങ്ങനെ ഇത് ഒരാൾക്ക് 100% ഇത് ഇൻഷുറിറ്റി കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ ഫസ്റ്റിൽ ആലോചിച്ചിരുന്നു. പക്ഷെ നമ്മൾ പോകെ നമുക്കത് എല്ലാം റിയലൈസ് ചെയ്യാണ്. 100% സാർ ആ വാക്ക് എപ്പോഴും എടുത്തു പറയും. ആ 100% നമ്മളെ ക്ലെൻസ് ചെയ്ത് വേറൊരു മനുഷ്യനാക്കി എടുക്കുകയാണ്, ഒരു വ്യക്തിത്വം ആക്കിയെടുക്കുകയാണ്. നമ്മളെ എല്ലാ ടെൻഷനും എല്ലാം ഇത് ഞാൻ പറയുന്ന ഓരോ മനുഷ്യനും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. മൊത്തത്തിൽ നമ്മൾ ക്ലെൻസ് ചെയ്ത് വേറൊരു പുതിയ മനുഷ്യനാക്കി രൂപീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കുക. അവരവരുടെ എല്ലാവരും ജീവിതത്തിൽ എനിക്കൊന്ന് ലോകത്തിൽ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളാണ് സാർ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ക്ലെൻസ് ചെയ്തെടുത്ത് നമ്മൾ വേറെ വ്യക്തിത്വമാക്കി മാറ്റുന്ന പ്രോഗ്രാമാണിത്. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. പിന്നെ ഹാപ്പി പാർക്കിനും കരീം സാറിനും എല്ലാവർക്കും നന്ദി സാർ. താങ്ക് യു. ഓക്കെ, വളരെ വളരെ സന്തോഷം കാസിം സാർ. അദ്ദേഹം ലക്ഷദ്വീപിൽ നിന്ന് പങ്കെടുത്ത ആളാണ്, മണി മൈൻഡ് സെറ്റ് വന്ന് അതിനുശേഷം വന്ന ആളാണ്. ഏതായാലും വലിയ സന്തോഷം. ഇതെല്ലാം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി ആദ്യവും അവസാനമായൊക്കെ പറയുവാനുള്ളത്. കാരണം നമുക്ക് അത്രയും ഉറപ്പാണ്. ദാറ്റ് ഈസ് വാട്ട് നമ്മൾ ഗ്യാരണ്ടി പറയുവാനുള്ള കാരണം അതാണ്. അതെ സാർ, അതെ സാർ. ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിവൺ? ഇന്നലത്തെ EFT പങ്കെടുത്ത ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? EFT ഓൺലൈൻ? എനിവൺ? സാർ സംസാരിക്കുന്നുണ്ടോ? എന്താ പേര്? നജ ഫാത്തിമ സംസാരിക്കുന്നുണ്ടോ? ഓണാക്കൂ, മൈക്ക് ഓണാക്കി സംസാരിച്ചോ. മൈക്ക് ഓണാക്കണപ്പോഴേ സംസാരം കേൾക്കൂ. കേൾക്കുന്നില്ല സാറ് പറയുന്നു. സംസാരിച്ചോ. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്, പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഇന്നലെ രാത്രിയും പിന്നെ EFTന്റെ ക്ലാസ് വളരെ വിശദമായിട്ട് ഞാൻ കേട്ടു. ഓരോരോ ദിവസത്തെ ക്ലാസ്സും ഈ 12ാമത്തെ ക്ലാസ്സും കൃത്യമായിട്ട് കേട്ടപ്പോൾ മനസ്സിൻ്റെ അകത്തും ബ്രെയിനിലും മൊത്തത്തിലൊരു മാറ്റം വന്നെന്ന് വെച്ചാൽ ആദ്യം ചെറുപ്പത്തിലെ ഒരു ഭയവും ഒരു പേടിയും ഒരു ടെൻഷനും മനസ്സിന് മൊത്തം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം അത് ശരാശരിക്ക് നോർമലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 6 പ്രായപൂർത്തിയായ 6 മക്കൾ 6 തലത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുപ്പത്തിലെ ഈ ടെൻഷൻ കൊണ്ട് തന്നെ മക്കൾക്ക് ഞാൻ കുറച്ച് കൂടുതൽ പ്രഹരം കൊടുത്ത് കുറെ പ്രയാസങ്ങൾ അവർക്ക് പറ്റി. അപ്പൊ ഈ ക്ലാസ്സൊക്കെ കേട്ട് ശരാശരിയിൽ മെനിയാത്ത ക്ലാസ് 2 ദിവസം മുന്നെയുള്ള ക്ലാസ് വല്ലാണ്ട് എഫക്റ്റ് ചെയ്ത് ശരീരത്തിലും മനസ്സിലും മൊത്തത്തിൽ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ശരീരത്തിന്റെ ബോഡീന്റെ ഓരോരോ അസുഖങ്ങളെ പറ്റിയും പ്രയാസങ്ങളെ പറ്റിയും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് ഇവ കണ്ട ഓരോരോ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ശരിക്കൊന്ന് മനസ്സിലായി. അപ്പോൾ കരീം സാറും ബദറുൻ സാറും റാഫി സാറും വളരെ ഏത് സമയത്തൊരു മേഡം എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ 2 EFT ലൈവായിട്ട് കോഴിക്കോട് പങ്കെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ബ്രെയിനിലേക്ക് കയറിയപ്പോൾ മനസ്സിനൊരു ശരാശരി നോർമൽ പൊസിഷനിലേക്ക് വന്നു. ഞാൻ താമസിക്കുന്നത് പാലേരിയാണ്. ചെറുപ്പത്തിലെ 18 വയസ്സപ്പോൾ ഗൾഫിലൊക്കെ പോയി സൗദി അറേബ്യ സൂപ്പർ മാർക്കറ്റ് നടത്തി. പക്ഷെ അവിടെയൊക്കെ ദേഷ്യം വല്ലാണ്ട് സൗദിയിൽ തന്നെ അറബിയായിട്ട് അടിയൊക്കെ ഉണ്ടായി. എമിറേറ്റ്സിന്റെ ദുബായ് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഫ്ലൈറ്റ് മറാഠിയായിട്ട് അടി ഉണ്ടാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിന് വല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിരുന്നു. ഇപ്പൊ അത് നോർമലായി. ഇനിയിപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ 6 മക്കളെ എൻ്റെ വൈഫിനെയും കൂടി ഈ ഒരു മണി മൈൻഡ് സെറ്റ് ഇതുവരെ ക്ലാസ്സും കേട്ടു. ഇനി ഇവരെ 7 പേരെ ശരാശരി സാറ് പറയുന്നത് 2 കോടി ജനങ്ങളെ 2030 ആവുമ്പോഴേക്ക് ഇതിനെപ്പറ്റി പഠിപ്പിച്ച് എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ 6 മക്കളെയും ഭാര്യനെ ഇതിലേക്ക് ചേർത്തിട്ട് വളരെ നല്ല ഒരു മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നും എനിക്കും നല്ല ഉയർച്ചയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ് മനസ്സുകൊണ്ടുള്ളത്. അപ്പൊ അതിന് ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു. ശരാശരി സാറിന് ഇന്ത്യ രാജ്യത്ത് എല്ലാം മത്സരപ്പെട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഈ മക്കളെയും കൂടി ഇതിലെ കൊണ്ടുവന്ന് ഒരു നല്ലൊരു ക്യാരക്ടർ പൊസിഷനാക്കി എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. മനസ്സുകൊണ്ട് അത് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കരീം സാറിനും റാഫി സാറിനും ബദറുൻ സാറിനും ഗ്യാരി ഗ്രിക്കുന്ന സാറിന്റെ ഗുരുവിനും ഇത്രയും മെയിൻലി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും ഒരു ക്ലാസ് തരുന്ന സാറിന് ഈ ഭൂമിയിൽ ദീർഘായുസിന് ആരോഗ്യത്തിന് റബ്ബ് വല്ലാണ്ട് ഗുണം ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. ഇപ്പം വാക്ക് പറയുമ്പോൾ ശരിക്കും ഒരു ചെറിയൊരു ഇടർച്ച വരുന്നുണ്ട്. അതും കൂടി ഒരു നോർമലായി കിട്ടിയാൽ ഈ ഭൂമിയിൽ ഞാൻ വളരെ വളരെ വലിയ സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പം കരീം സാർ ദീർഘായുസ് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ അവസരം. വളരെ നന്ദി, വളരെ നന്ദി. അച്ഛനെന്താ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും ഉണ്ടായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ വളരെ സന്തോഷം സാറ്. അടുത്ത ട്രഷർ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. കുടുംബത്തെ മൊത്തം ഈ EFTയിലും ഇതിലൊന്ന് പങ്കെടുപ്പിച്ചോളൂ. ഡെഫിനറ്റ്ലി മറ്റൊരു ലോകത്ത് നിങ്ങൾ പ്രവേശിക്കും, നോ ഡൗട്ട്. ഓക്കെ സാർ, ശരി. ഇനി ആരാ സംസാരിക്കുന്നത്? 77 സംസാരിക്കുന്നുണ്ടോ? അടുത്ത ആരാ സംസാരിക്കുന്നത്? 777 999 സംസാരിക്കുന്നുണ്ടോ? മൈക്ക് ഓണാ. യെസ്, സംസാരിച്ചു. സംസാരിക്കുന്നെങ്കിൽ മൈക്ക് ഓൺ ആക്കണം. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എനിവൺ? കുറെ ആൾക്കാർ സംസാരിച്ചതിന്റെ ഒരു 10% ആൾക്കാർ പോലും സംസാരിച്ചിട്ടില്ല. ഒരു 150 മേലെ ആൾക്കാർ ഉണ്ടോ? അതില് വളരെ കുറഞ്ഞ ആൾക്കാരാണ് സംസാരിച്ചത്. എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടായി എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സോ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ട്രഷർ കോഴ്സും എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത സൺഡേ നടക്കുന്ന റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും ഇവിടുത്തെ വേണ്ടി മാത്രം സംവിധാനിച്ചതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? സ്വർണ്ണോ എനിക്കൊരു ഗുണവും കിട്ടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അതിനുവേണ്ടി ചെലവഴിച്ചത്, ആ ചെലവഴിച്ചതിന്റെ അത്രയും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നോ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പറയുവാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം. ഒന്നും പറയാനില്ല. ഓക്കെ, ജേക്കബ് സാർ സംസാരിക്കുന്നുണ്ടോ? ജേക്കബ് സാർ
ഇല്ല സാറേ, ഞാൻ EFT ഉണ്ടായിരുന്നോ? ഇല്ല സാറേ, ഞാൻ മണി മൈൻഡ് സെറ്റിലെ മണി മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ട് സാർ? ഓക്കെ, നല്ലായിരുന്നു സാർ, നല്ലായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ട്രഷറിൽ ജോയിൻ ചെയ്തോളൂ ജേക്കബ് സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. ഒന്നും മടിച്ചിരിക്കണ്ട. നമുക്ക് എറണാകുളത്ത് വെച്ച് കാണാം സാറേ. നമ്മൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ഈ നരകത്തിൽ സ്വർഗത്തിൽ നമുക്ക് നേരിട്ട് കാണാം സാർ, എറണാകുളത്ത് വെച്ച്. തീർച്ചയായും എറണാകുളത്ത് വെച്ച് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ സാർ. ഓക്കെ, സന്തോഷം. ജീവൻ സാർ എങ്ങനെയുണ്ട് ഇപ്പോ കാര്യങ്ങളൊക്കെ? ബെറ്റർ ആയിരിക്കും. ഞാൻ അധികം സംസാരിക്കണമെന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഞാൻ സംസാരിക്കുന്നതല്ല, അത് കാരണം ഞാൻ മാറി നിന്നത് കൊണ്ടാണ്. സംഭവങ്ങളും മാറി, പുതിയ കാഴ്ചപ്പാട്. ഞാനിപ്പോ ഏതിൽ പങ്കെടുത്തുകൊണ്ടാണ് എനിക്ക് നീട്ടമൊക്കെ വന്നതെന്ന് അറിയില്ല. മണി മൈൻഡ് സെറ്റിലുണ്ടായിരുന്നു, EFT-ലുണ്ടായി, ട്രഷറിൽ ജോയിൻ ചെയ്തു. ഇത് എവിടെ നിന്നൊക്കെ ഇത് സംഭവം വന്നെന്നും അറിയില്ല. പക്ഷെ ടോട്ടലി തന്നെ മാറിപ്പോയി. കാഴ്ചപ്പാടുകള്, എല്ലാ സംഭവവും മാറിപ്പോയി. എല്ലാത്തിനും ഒരു സൈലന്റ് വന്നു തുടങ്ങി. ഞാനൊക്കെ നേരത്തെ ഭയങ്കര ദേഷ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇപ്പൊ എല്ലാം സൈലന്റ്. ഒന്നിലേക്കും അങ്ങനെ. ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. മുൻവിധിയോടുകൂടി ഒന്നിനെയും കാണുന്നില്ല ഇപ്പൊ. പിന്നെ ഭയം എന്നുള്ള സംഭവം പൂർണ്ണമായി ഒരു 99% പോയി എന്നുള്ളത് തന്നെയാണ്. നേരത്തെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഓരോ കാര്യത്തിലേക്കൊക്കെ എടുത്ത് ചാടാനായിട്ട്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഭയം വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇന്ന് എന്റെ വണ്ടിയുടെ ടെസ്റ്റ് ആണെന്ന്, പക്ഷെ എനിക്കതിൽ ഒരു പേപ്പർ കിട്ടാറുണ്ട്, പക്ഷെ എനിക്കതിൽ ടെൻഷനൊന്നുമില്ല. അത് വരുമ്പോഴത്തെ അപ്പൊ ചിലപ്പോൾ തിങ്കളാഴ്ച കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ അതിൽ ടെൻഷൻ അടിക്കുന്നില്ല. ടെൻഷൻ ആണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ എനിക്ക് ആ പേപ്പർ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിയർ ആവും. മിക്കവാറും ഇന്ന് ഉച്ചയോടുകൂടി അത് ക്ലിയർ ആവും. അപ്പൊ അതിൽ ടെൻഷനൊന്നുമില്ല എനിക്ക്. ടെൻഷനോ ഭയമോ ഇല്ലെന്നുള്ള ഒരു സംഭവമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്, EFT ചെയ്യുന്നുണ്ട്, ട്രഷർ ചെയ്യുന്നുണ്ട്. ട്രഷർ ബാച്ചിലേക്ക് വന്നപ്പോഴാണെന്നോ എനിക്ക് ശരിക്ക് നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറി. കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ പുറകിൽ ഒരു വണ്ടി വന്ന് പയ്യൊന്ന് തട്ടിയായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞത്. പക്ഷെ പണ്ടത്തെ സംഭവമാണെങ്കിൽ ഞാനത് ചെന്ന് ചൂടായി ഉള്ളായിരുന്നു. കിടക്കുന്ന വണ്ടിയാണ്, പുറകിൽ വന്ന് തട്ടി. പക്ഷെ ഈ പുള്ളി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴും ചിരിയാണെന്നോ, ഈ പുള്ളി ഈ സംഭവം ഞാൻ അറിയാതിരിക്കാനായിട്ട് വണ്ടി റിവേഴ്സ് എടുത്തു. നമ്മ അറിഞ്ഞത് നമ്മളെ വണ്ടിയിൽ നിന്ന് ഒരു പുൽക്കൊടി പോലെ തട്ടിയാൽ നമ്മൾ അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഇറങ്ങി ചെന്നിട്ട് പുള്ളിനോട് വളരെ ശാന്തമായിട്ടാണ് സംസാരിച്ചത്. ചേട്ടാ, ഇത് ശരിയായില്ല. ചേട്ടൻ വണ്ടി തട്ടി, ജസ്റ്റ് എന്നോടൊന്ന് വന്ന് പറയുക. അന്ന് ആ പറയുമ്പോ തന്നെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ ചേട്ടൻ ഞാൻ ഇറങ്ങിപ്പോലും നോക്കിയൊന്നുമല്ല. ചേട്ടന ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്തിട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു നമസ്കാരവും കൊടുത്തിട്ട് വന്ന വളരെ സന്തോഷം, എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എനിക്ക് കിട്ടിയത് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെയാണ്. അതായത് ട്രഷർ ബാച്ചിലും, അതായത് മണി മൈൻഡ് സെറ്റിലേക്ക് അതല്ല, ഈ റിച്ച് വൈബ് ക്ലബിലേക്ക് വന്നപ്പോ തന്നെ മൈൻഡെല്ലാം വളരെ വളരെ മാറി. എന്നുവെച്ചാൽ നമുക്ക് എന്താ പറ്റി പറയാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് മാറിപ്പോയി ഞാൻ. എനിക്കിപ്പോ ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല, ഭയമില്ല. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ പ്രസന്റിലാ ജീവിക്കുന്നത്. സത്യം പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രാത്രി സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നു തൃപ്പൂണിത്തുറ കൂടി. പക്ഷെ ഇത്രയും സുന്ദരമായ എൻ്റെ തൃപ്പൂണിത്തുറ ഞാൻ ഈ ട്രഷർ ബാച്ചിൽ ചേർന്ന് പിന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇത്രയും ഇത്രയും മനോഹരമായിരുന്നു എൻ്റെ തൃപ്പൂണിത്തുറ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്നിട്ട് നേരത്തെ ഞാൻ ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന മനസ്സിൽ ദേഷ്യവും വിദ്വേഷവും എല്ലാം കൂടിക്കലർന്നാണ് ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കുന്നത് ഇങ്ങനെയല്ല. ഇപ്പോൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ശാന്തതയോടും സ്നേഹത്തോടും കൂടിയാണ് ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ മനോഹരമായിട്ട് തോന്നുന്നു, എല്ലാ സംഭവങ്ങളും കൂടുതൽ മനോഹരമായിരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഞാൻ സാറിനോട് എത്ര നന്ദി പറഞ്ഞാൽ, കാര്യം ഈ റിച്ച് വൈബ് ക്ലബിൽ ഞാൻ എങ്ങനെയാണ് വന്ന് പെട്ടേന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇതിൽ വന്നേ പിന്നെയാണ് ഇത്ര മാറ്റങ്ങൾ. അതായത് തൃപ്പൂണിത്തുറ പോലും ഇത്ര മനോഹരമാണെന്ന് ഈ റിച്ച് വൈബ് ക്ലബിൽ വന്ന പിന്നെ, അതായത് ട്രഷർ ബാച്ചിൽ നിന്ന് ഏതിൽ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. മണി മൈൻഡ് സെറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, EFT-യിൽ പങ്കെടുത്തു, ഓൺലൈൻ EFT-യിൽ, ഇപ്പൊ ട്രഷർ ബാച്ചിലുണ്ട്, 6ാമത്തെ ബാച്ചിലുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായിട്ട് ഓരോ കാര്യങ്ങളെയും ഇപ്പോഴും ഞാൻ കാണുന്നു. അതായത് ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ ആ പ്രസന്റിലാണ്. നേരത്തെ അങ്ങനെയല്ല വണ്ടി ഓടിച്ചോണ്ടിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങളും ആരോടെങ്കിലും ഒക്കെ ദേഷ്യം, ഈ ഏണി അവിടെ കൊണ്ട് ചാടി എന്നൊക്കെ വിചാരിച്ചാണ് ഈ വണ്ടി വരെ ഓടിച്ചിരുന്നത്. അപ്പൊ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ
ഒരു ബ്ലോക്ക് വന്നാൽ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ബ്ലോക്ക് വന്നാൽ ടെൻഷനില്ല. സാധാരണ ബ്ലോക്ക് വന്നാൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിലേക്ക് എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റി വണ്ടി കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പുറകെ തന്നെ കിടന്ന് വളരെ ശാന്തമായിട്ട് ആ ബ്ലോക്കിനനുസരിച്ച് പോകാൻ ശീലമല്ല, അത് ഓട്ടോമാറ്റിക് ആയി. ഞാൻ അങ്ങനെ ആയി. നമ്മ അതിന് വേറെ ടെൻഷൻ അടിക്കുന്നില്ല, ഒരു ടെൻഷൻ അടിക്കുന്നില്ല. അപ്പൊ അത്രയും മാറ്റങ്ങൾ എനിക്കുണ്ടായി. പിന്നെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു തന്നെ പറയട്ടെ, ഞാനൊരു 3 ദിവസമൊക്കെ സ്മോളൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷെ ഈ ഇതിന് വന്നേ പിന്നെ ആഴ്ചയിൽ 3 ദിവസം 4 ദിവസമൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ സിഗരറ്റ് വലി ഉണ്ടായിരുന്നു, ദിവസം 2 or 3 ഒക്കെ ഉണ്ടായിരുന്നു. ചില ദിവസം ടെൻഷൻ കൂടുമ്പോഴത്തേക്ക് 5 or 6 ഒക്കെ പോയിരുന്നു ഈ സിഗരറ്റ് വലി. ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പക്ഷേ ഈ റിച്ച് വൈബ് ക്ലബിലും മണി മൈൻഡ് സെറ്റിലൊക്കെ പങ്കെടുത്തോടി ഈ സംഭവം ഓട്ടോമാറ്റിക്, എനിക്ക് വേറെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാതെ, ടെൻഷൻ എന്ന സംഭവം ഒന്നും ഇല്ലാതെ, അപ്പൊ ഓട്ടോമാറ്റിക് ഈ സംഭവം എല്ലാം നിന്നുപോയി. എന്നിട്ട് ഞാൻ ഒരു ദിവസം പരീക്ഷിക്കാൻ വേണ്ടി ഒരു ദിവസം പോയി ഒരു ചെറുത് കഴിച്ചു. ഇത് തന്നെയാണ്. പക്ഷെ അത് കഴിച്ചിട്ടും എനിക്ക് യാതൊരു അതിന് ദോഷവും, ടെൻഷൻ മാറി, ആ സമയത്ത് ടെൻഷൻ മാറി ഒന്നും ആയില്ല. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചു, എനിക്ക് രാവിലെയുള്ള മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം എനിക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇതിനെ സ്മോൾ അടിക്കുക, സിഗരറ്റ് വലിക്കുന്നു, ഒന്നുമില്ല. സിഗരറ്റ് വലിക്കുമ്പോൾ കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കുക, അങ്ങനെ ഓട്ടോമാറ്റിക്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ ഓട്ടോമാറ്റിക് ഇതിൽ നിന്നൊക്കെ മാറിപ്പോയി. ആ സൈലൻസ്, ആ രാവിലത്തെ മെഡിറ്റേഷൻ എന്നെ ഇതിലെന്നെല്ലാം വിലക്കി. ഓട്ടോമാറ്റിക് ഞാൻ മാറിപ്പോയി കൂടുതൽ. അപ്പൊ സാറ് ചോദിക്കും പൈസ വന്നു തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മെള്ളോടി നിർത്തിയോടുകൂടി ഒരു 10-15 രൂപയോളം മാസം, മെള്ളോടി സിഗരറ്റ് നിർത്തിയോടുകൂടി 15 രൂപയോളം മാസം എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണത്. അപ്പൊ അതുപോലെ അപ്പൊ എല്ലാം കുറേശ്ശെ പയ്യെ വരട്ടെ, എല്ലാം കുറേശ്ശെ വരട്ടെ. വീട്ടിൽ സമാധാനമായി. നേരത്തെ എല്ലാവരോടും എനിക്ക് ദേഷ്യം, അത് പിള്ളേരോടാണെങ്കിൽ ദേഷ്യം. പക്ഷെ ഞാൻ ഈ ശാന്തമായത് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഇവരാണ് ഓടിക്കണമെങ്കിൽ വെറുതെ ടെൻഷൻ എടുത്ത് ഓടിക്കണ്ട, പയ്യെ പോയാൽ മതി. എന്റെ കണ്ടാണ് ഇവർ പഠിച്ചേക്കണം. പക്ഷെ അവർക്ക് ഇപ്പൊ എന്നോട് ദേഷ്യം, ഞാൻ ശാന്തമായത് കാരണം. പക്ഷെ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് അങ്ങനെ പോയാൽ മതി മക്കളെ, അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ടെൻഷൻ ഇല്ല. നമ്മെപ്പോഴും ടെൻഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. ടെൻഷൻ ഇല്ലാതെ ഓടിക്കുക. അപ്പൊ നമുക്ക് ശാന്തമായിട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം ഭംഗിയായിട്ട് നടക്കും. അതായത് നമ്മൾ വണ്ടിയെ സ്നേഹിക്കുക. ഇപ്പൊ വണ്ടി ഓടിക്കാൻ വണ്ടിയെ സ്നേഹിച്ച് തന്നെ ഓടിക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയ വണ്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അല്ലാതെ നമ്മൾ വണ്ടീനെ റഷായിട്ടൊക്കെ ഓടിച്ചിട്ട് വണ്ടിക്ക് മനസ്സിലായി ഇവൻ എന്നെ റഷായിട്ടാണ്, പിന്നെ ഞാൻ എന്തിന് ഇനിയും ഇവന് വണ്ടി കൊടുക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പക്ഷെ ഇതൊക്കെ ഈ ക്ലാസ്സിൽ വന്ന പിന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനും പിള്ളേർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത്. അത് കാരണം എനിക്ക് വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ തന്നെ പറയുന്നത്. എൻ്റെ സംസാരത്തിൽ വളരെയധികം മാറ്റം ഉണ്ടായിരുന്നു. നേരത്തേക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യവും വിദ്വേഷവും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സ്നേഹവും ശാന്തവുമായിട്ടാണ് ഞാൻ ഒരാളോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവമായി ഞാൻ മാറി. എന്ന് വെച്ചാൽ എനിക്കിപ്പോ ആർക്കും ദേഷ്യം, സംഭവം മുടക്കിയാലും എനിക്ക് ആരോടും ദേഷ്യമില്ല. ഞാൻ അവരോടും ശാന്തമായിട്ട് തന്നെയാണ് എല്ലാവരോടും ഇടപെടുന്നത്. അങ്ങനെ ഒരു വൈബിലേക്ക് ഞാൻ മാറി. അതിന് വളരെയധികം നന്ദിയുണ്ട് കരീം സാറിനോടും ടീമംഗങ്ങളോടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അത് എന്നുണ്ടോ ഞാനിത് ഇപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇത് സംശയത്തോടു കൂടിയൊക്കെ ഉണ്ട് ഇതിൽ വന്ന് ചേർന്നത് ആദ്യം വിളിച്ചു പോയി. പക്ഷെ ഒരു 2-3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് മറ്റു തലമാണെന്ന് മനസ്സിലായി. ഞാൻ എത്തിപ്പെട്ടെന്നും ഇനി കൂടുതൽ സഞ്ചരിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനെന്നെ ദൈവം എനിക്ക് എല്ലാവരും ഞാൻ അതിന് നന്ദിയും കടപ്പാടും ഉള്ളവനായിരിക്കും എപ്പോഴും. നമ്മുടെ ജീവൻ സാറിന് പറഞ്ഞിട്ടും മതി വരുന്നില്ല. വളരെ സന്തോഷം. അദ്ദേഹത്തെ ആദ്യം കണ്ട ആൾക്കറിയാം ഇപ്പോഴത്തെ ജീവൻ സാർ ആരാണ്. ഏതാ അത് ക്ലാപ്പ് കൊടുത്തോളൂ. പിന്നെ എല്ലാരും കൊടുത്തു. ഇവിടെ സംസാരിച്ച എല്ലാരും ക്ലാപ്പ് കൊടുത്തു. വെരി ഗുഡ്. വളരെ വളരെ നല്ല. നമ്മളെ തോമസ് സാർ സംസാരിക്കാൻ റെഡി ആയിരിക്കുന്നത്. തോമസ് സാർ സംസാരിക്കും. ഞാൻ മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ എന്നാലും ഒരു അനുഭവം EFT ഉണ്ടായതിന്റെ അനുഭവം എനിക്ക് പറയാതിരിക്കാനും മേല. അതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് വന്നു. ഒരാൾ എൻ്റെ വണ്ടിയുടെ പുറകെ വന്ന് ഇടിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. ഇദ്ദേഹത്തെ തൊലിയൊക്കെ പോയി ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ വെച്ചു. ഇപ്പം മറ്റേ പുള്ളി ഇതുപോലെ മറ്റേ സാറ് പറഞ്ഞ പോലെ ഇവന് കരയുക എൻ്റെ. ഞാൻ പറഞ്ഞു കേസൊന്നും എഴുതാൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് വലിയ സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ എഫക്റ്റ് ഞാൻ ചിന്തിച്ചത് കാലൊടിയുടെ ഒരു സംഭവത്തിൽ
പോറിപ്പോയുള്ളൂ. അതുകൊണ്ട് പിന്നെ കേസെടുത്തിട്ട് കാര്യമില്ല, കൊള്ളാൻ പറയും. അപ്പൊ അത് EFTയുടെ പ്രയോജനം. നമ്മൾ മിൽക്ക് പവറും അതുപോലെ. ഞാൻ ആ വണ്ടിയെ തന്നെയാണ് ആശുപത്രി ഒറ്റയ്ക്ക് പോയത്. എന്നിട്ട് ചോദിക്കും അങ്ങനെ ഒറ്റയ്ക്ക് പോകാം, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഇപ്പൊ എല്ലാം ആശ്വാസമായി നിൽക്കുകയാണ്. അതിലുപരി സാറൊരു ആത്മീയ പ്രഭാഷകനാണ്. മതം ക്രിസ്തുവിന്റെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും അത് തന്നെ വലിയൊരു മതേതരത്തിന്റെ ലക്ഷ്യമാണ്. അതിന്റെ ആത്മീയ പ്രഭാഷണമായിട്ട് ഞാൻ കാണുന്നത്. അതിപ്പോ ബൈബിളിൽ പറയുന്ന ആ കാര്യം തന്നെ ഈ ഹാപ്പി പാർക്കിൽ പറയുന്നത്. അതിനകത്ത് ബൈബിളിൽ പറയുന്നു, ഓൾവേസ് ജോയ്ഫുൾ, നെവർ സ്റ്റോപ്പ് പ്രയർ, ബി താങ്ക്ഫുൾ ഇൻ ഓൾ സർക്കംസ്റ്റാൻസ്. ഏത് സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ നന്ദി വേണം. അപ്പൊ ഞാൻ നന്ദി പറഞ്ഞു. എന്നെ കാലൊടിക്കാഞ്ഞിട്ട് ദൈവത്തിന് നന്ദി. വല്ല ഒടിഞ്ഞു തല ഒടി വീഴണ്ടേ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പം EFTയിൽ വഴിച്ച് പിന്നെ മണിമന്ദിരം മറ്റേ ട്രഷർ മടിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ട്രഷറിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. കുറെ രൂപ കിട്ടാനുള്ള ഒരു 19,000 രൂപ എന്നെ വിളിച്ചു പറഞ്ഞു തന്നേക്കാവുന്ന. അപ്പൊ പണമായി. അപ്പൊ അതുകൊണ്ട് എല്ലാം സന്തോഷവും സമാധാനവും ശാന്തിയും കിട്ടും. അതിലുപരി നമ്മൾ ആശുപത്രി നമ്മൾ മുറിവ് ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ കുഴപ്പങ്ങളോടെ ഇതെല്ലാം വരുന്നത്. അതും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി. കാരണം നമ്മളെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ അകത്തൊരു വിചാരവും പുറത്ത് വേറെ. അങ്ങനെ പോയാൽ നമുക്ക് സാറ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദോഷം സംഭവിക്കും. അതിന്റെ ഒരു ചെറിയ ദോഷമാണ് വന്നത്. അപ്പൊ അത് മാറ്റി ക്ലീൻ ആകുകയാണ്. അതിനുള്ള അവസരം കിട്ടി. വീട്ടിലാണെങ്കിലും നമ്മൾ ദേഷ്യം വരുമ്പോൾ മക്കളും ഒക്കെ ആണെങ്കിലും മരിച്ചപ്പെടും. നമ്മൾ പിന്നെ അതേ രീതിയിൽ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഭയപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എല്ലാം ദൈവാനുഗ്രഹത്തിൽ പോകുന്നു. സമയം കുറവുകൊണ്ട് നിർത്തുന്നു. സാറിനില്ല അഭിവാദ്യം അറിയും. സന്തോഷം, വളരെ സന്തോഷം. ഈ ട്രഷറിലൊക്കെ ജോയിൻ ചെയ്തിട്ട് എന്താ പറയാ, ഒന്ന് ആലോചിച്ച് നോക്കിയ, സ്റ്റാർട്ടിങ്ങിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു ആവേശത്തിൽ തള്ളിക്കയറി അത് പൂർത്തിയാക്കാതെ ഇറങ്ങി ആരും പോകരുത്. മനസ്സിലായോ? ഇപ്പോൾ അത് പൂർത്തിയാക്കിയ ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ അവസ്ഥ എന്താണ്. ആ പൂർത്തിയാക്കിയ ആൾക്കാർ തികച്ചും നമ്മുടെ ഉള്ളിലാണ് അഗ്നി കിടക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രകാശം കിടക്കുന്നത്. അഗ്നിയെ അതായത് തീയിനെ, അറബി പറഞ്ഞ നാർ, നരകത്തെ, അതിനെ ജ്വലിപ്പിച്ച് അതിലും നമുക്ക് ജീവിക്കാം. നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ, വെളിച്ചത്തെ, നൂറിനെ അല്ലെങ്കിൽ സ്വർഗത്തെ പ്രകാശിപ്പിച്ച് നമുക്ക് അതിലും ജീവിക്കാം. രണ്ടും നമ്മുടെ ചോയ്സാണ്. ഒന്ന് മ്യൂട്ട് ചെയ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്. രണ്ടും നമ്മുടെ ചോയ്സാണ്. നരകത്തിൽ ജീവിക്കണോ സ്വർഗത്തിൽ ജീവിക്കണോ. അപ്പൊ ഇങ്ങനെ ഉണ്ട് എന്ന കാര്യം ആളുകൾക്കറിയില്ല. ഇത് മരിച്ചു ചെന്നിട്ട് ഏതോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം കിട്ടേണ്ട ഒന്നായിട്ടാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ തന്നെ കിട്ടണം. മനസ്സിലായോ? ഇപ്പൊ തന്നെ സ്വർഗത്തിൽ ജീവിക്കണം. അപ്പോഴേ അതിന് അർത്ഥമുള്ളൂ. മറ്റേത് നമുക്ക് ഊഹമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ അവിടെ ഒന്നും സംസാരിക്കുന്നില്ല. ഊഹമാണ്. മനസ്സിലായോ? അപ്പോ നമ്മുടെ ഉള്ളിലെ അഗ്നിയെ ജ്വലിപ്പിച്ച് നമ്മൾ അഗ്നി നരകത്തിൽ ജീവിക്കാം. നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ ജ്വലിപ്പിച്ച് നമുക്ക് സ്വർഗത്തിൽ ജീവിക്കാം. സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ നല്ല സുഖമാണ്. ഒരു എന്താ പറയുക, അപ്പോഴാണ് നമുക്ക് ഈ ജഡ്ജിമെന്റ് മുൻധാരണകളൊക്കെ പോവാം. മനുഷ്യരെ ഒന്നായി കാണുവാനും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോരുത്തരും ജനിക്കുമ്പോൾ കണ്ടതാണ്. അപ്പോ ഒരു ക്രിസ്ത്യാനി കുരിശിട്ട് കണ്ടു, അദ്ദേഹം ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടു, സൺഡേ പ്രയർ കണ്ടു. അദ്ദേഹത്തിന് അതിനപ്പുറത്തോട്ട് വരാൻ പറ്റില്ല. ഒരു മുസ്ലിം തൊപ്പിയിട്ട് കണ്ടു, വെള്ളിയാഴ്ച പള്ളി പോണ് കണ്ടു, കർമ്മങ്ങൾ കണ്ടു. ഒരു ഹിന്ദു പൊട്ടിട്ട് കണ്ടു, കർമ്മങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ അതിനൊക്കെ മുകളിലായിട്ട് ഉപരിയായിട്ട് ഉയർന്ന തലത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വം ഉണരുന്നവന് ആത്മീയത ഉണരും. മനുഷ്യത്വം ഉണരാത്തവന് ആത്മീയത ഉണരില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ എതിർത്തുകൊണ്ട് ആത്മീയമായിട്ട് ഉണരാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തോട്, അത് ഏതെങ്കിലും മതത്തോടാണെങ്കിലും വ്യക്തികളോടാണെങ്കിലും, മനസ്സിലായത്, ഏതെങ്കിലും ഒരു വിഭാഗത്തോടാണെങ്കിലും, ഒരു മറ്റേ മതക്കാരെ കുറിച്ച് എപ്പോഴും മോശമായി പറഞ്ഞ് അവരെ തകർക്കണം ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ മതത്തെ ഉഷാറാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് ആത്മീയതയിലോട്ട് പോകാമെന്ന് സ്വപ്നം കാണണ്ട. ഇറ്റ് വോണ്ട് ഹാപ്പൻ. ലോകോ സമസ്തോ സുഖിനോ ഭവതു. അതാണ് ഹാപ്പി പാർക്ക്. എല്ലാ ദിവസവും രാവിലെ ലോകത്തിന് മുഴുവനും ശാന്തിയും നന്മയും നേർന്നുകൊണ്ട്
എത്രയോ നമ്മൾ ആ ഒരു പ്രയർ അല്ലെങ്കിൽ ആ ഒരു വിഷസ് എത്രയോ ആളുകളുടെ ജീവിതം സന്തോഷത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അറിയത്തില്ല, മനസ്സിലായില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നുമില്ല. നമ്മൾ വലിച്ചെറിഞ്ഞ പഴം ചവിട്ടി ആരും വീണാൽ നമ്മൾ അറിയോ? അറിഞ്ഞോളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇത് നമുക്ക് അശ്രദ്ധമായി ചെയ്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അറിഞ്ഞോളൊന്നുമില്ല. നമ്മൾ അറിഞ്ഞു പറയാതെ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമയം ഒരുപാട് വൈകി. നിങ്ങൾ മനോഹരമായി സംസാരിച്ചു. ഏകദേശം നമ്മൾ അവിടെ പങ്കെടുത്തതിൽ ഒരു 10% ആൾക്കാർ മാത്രമേ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി 90% ബാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളും നമ്മുടെ ഇതിലൊക്കെ ഉണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ടൂൾസുകളും മറ്റുമൊക്കെ നമ്മൾ നേടിയേ പറ്റൂ. നോക്കൂ, നിങ്ങൾ മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരന് എന്ത് കോൺട്രിബ്യൂഷൻ ആ ലോകത്ത് ചെയ്യാൻ പറ്റുക? എത്രയോ ആളുകൾ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, നരകയാതന അനുഭവിക്കുന്നു, കുടുംബം കലഹമുണ്ടാവുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ അകത്ത് പ്രകാശം കയറും, നമ്മുടെ അകത്ത് ഊർജം കയറുമ്പോൾ നമ്മൾ പോലും അറിയാതെ സുഖപ്പെട്ടു പോകുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ആത്മീയത തന്നെയാണ് നിത്യമായ ശാന്തിക്ക് ഒരു മനുഷ്യനെ സഹായിക്കുകയുള്ളൂ. ബാക്കി നമുക്ക് എന്ത് കിട്ടിയാലും, ഒരാൾ ചിന്തിക്കുകയാണ് എനിക്കൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട് കിട്ടിയാൽ ആൾക്കാർക്കിടയിലൊക്കെ നെളിഞ്ഞു നടക്കൂല. ഒരു ബെൻസ് കാർ, അതൊക്കെ വെറുതെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാലും മനസ്സ് വീണ്ടും സംതൃപ്തിക്ക് വേണ്ടി അലയും. അതുകൊണ്ട് അവനവൻ്റെ ഉള്ളിലെ വെളിച്ചം കാണുക. തീർച്ചയായിട്ടും അതിന് നിങ്ങൾ എല്ലാവരും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹാപ്പി പാർക്കിൻ്റെ കൂടെ 1 വർഷം നിങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ നിങ്ങൾ പങ്കാളികളാവുക. നമുക്ക് ജില്ല തിരിച്ച് ഇതിൻ്റെ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്. എല്ലാ സ്ഥലത്തോട്ടും നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗവാക്കാവുക. നിങ്ങളുടെ ജീവിതവും മനോഹരമാവും. നേരത്തെ ഉഷാദേവി സംസാരിച്ചില്ലേ, ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. അവരുടെ ലൈഫിൽ അതിനുള്ള ഗുണമുണ്ടാവും. ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചാൽ അതിനുള്ള ദോഷവും ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നതല്ല. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ എൻ്റെ കുടുംബക്കാർക്ക് മുഴുവനും വിതരണം ചെയ്യും. അത് ഞാൻ മാത്രമായിട്ട് എടുക്കൂല. നിങ്ങൾ കാണാം, ഏത് പ്രോഗ്രാം ആണെങ്കിലും എൻ്റെ റിലേഷൻഷിപ്പിൽ ആൾക്കാർ ആ പ്രോഗ്രാമിലുണ്ടാവും. ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ പ്രോഗ്രാം, കോഴിക്കോടാണ് എൻ്റെ നാട്, അതുകൊണ്ട് കോഴിക്കോട് പ്രോഗ്രാംസിലുണ്ടാവുള്ളൂ. കഴിഞ്ഞ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതിനു മുമ്പത്തെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ബന്ധുക്കൾക്കും റിലേഷൻഷിപ്പിൻ്റെ ഗ്രൂപ്പിലും അയച്ചു കൊടുക്കും, ഇന്ന പ്രോഗ്രാം ഇന്ന സമയത്ത് നടക്കുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കണം. എനിക്ക് കിട്ടിയത് അത് ഞാൻ മാത്രം ആസ്വദിച്ച് അങ്ങനെ പറ്റില്ല, എല്ലാവരും കിട്ടണം. അങ്ങനെ അതാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിന്റെ സഹോദരന് വേണ്ടിയും നീ ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം നീ എന്നിൽപ്പെട്ടവനല്ല എന്നാ പറയുന്നത്. നീ ഒരു പെർഫെക്റ്റ് ആയ പേഴ്സൺ അല്ല എന്നാ പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിന്റെ സഹോദരന് വേണ്ടി നീ ഇഷ്ടപ്പെടണം. ആപ്പിൾ 16 ഉണ്ട്, 17 ഉണ്ട്. എനിക്ക് 17 ഇഷ്ടം. നിനക്കിഷ്ടമുള്ള ഈ 17 നിന്റെ സഹോദരന് വേണ്ടി നീ ഇഷ്ടപ്പെടണം. അപ്പോഴേ നീ ഒരു പരിപൂർണനാവൂ. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ പ്രപഞ്ച സത്യം. അതുകൊണ്ട് ഈ കത്തിക്കുന്ന മനസ്സുമായി നടക്കാതിരിക്കുക. എപ്പോഴും ആൾക്കാരുടെ മനസ്സിങ്ങനെ കത്തിച്ചൊരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് അവരുടെ ബ്രെയിൻ വേവ്സ് ഒരു 35-40 സെറ്റ് ആവുക. അത് തന്നെയാണ് അവരുടെ ഇഷ്യൂസ് ഒക്കെ മാറാതിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ റെഡ്യൂസ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണമല്ലോ. അതുകൊണ്ട് ആ വീഡിയോ നമുക്കിപ്പോൾ പ്ലേ ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.